നമസ്കാരം. മാർക്ക് ഫെല്ലറും മീശയും യാസ്മി പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. അവർ പോയി കഴിഞ്ഞതും മീശ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, ഇതെന്താ സംഭവം? മാർക്കിനെ ഇവിടേക്ക് വിളിപ്പിച്ചത് അവരുടെ അച്ഛനെ ചികിത്സിക്കാനല്ലേ? എന്നിട്ടെന്താ ഒരു മത്സരം പോലെയൊക്കെ അവർ നടത്തുന്നത്? അച്ഛന്റെ ചികിത്സ എന്താ മത്സരത്തിന്റെ ഭാഗമാണ്? മീശയുടെ ചോദ്യം കൃത്യമാണ്. സ്വന്തം അച്ഛനെ ചികിത്സിക്കാനായി ഒരു മത്സരം നടത്തേണ്ട ഒരു കാര്യവും ഒരാൾക്കുമില്ല. പക്ഷെ എന്തോ ഈ ഫാമിലിയിൽ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നത് ആ ശൈലിയിലാണ്. മാർക്കും മീശയും എന്താണ് സംഭവിക്കുന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാതിരിക്കുമ്പോൾ അവരെ അന്വേഷിച്ച് ഒരാള് അങ്ങോട്ട് വന്നു. അയാള് മാർക്കിനെ അവിടുന്ന് വിളിച്ചുകൊണ്ട് പോയത് ഒരു വലിയ ഹാളിലേക്കാണ്. ആ ഹാളിലേക്ക് എത്തിയ മാർക്ക് ഫെല്ലർ ശരിക്കും അമ്പരന്ന് പോയെന്ന് പറയാം. 100-ലധികം ആളുകളാണ് ആ ഹാളിൽ നിരന്ന് നിൽക്കുന്നത്. മാർക്കിന്റെ ഡിവൈൻ സെൻസ് ഉപയോഗിച്ച് അവരൊന്ന് സ്കാൻ ചെയ്തപ്പോൾ അവരെല്ലാം അത്യാവശ്യം മാർഷൽ ആർട്സ് അറിയാവുന്ന ആളുകളാണെന്നും ഉറപ്പായി. അവരുടെ കൂട്ടത്തിൽ മാർക്വിസ്റ്റുകളും ഗ്രാൻഡ് മാസ്റ്റേഴ്സും പാസ്റ്റ് മാസ്റ്റേഴ്സും ഒക്കെ ഉണ്ട്. അവരെല്ലാവരും തന്നെ ആൽക്കമിസ്റ്റുകളുമാണ്. മരുന്ന് ഉണ്ടാക്കി രോഗിയെ ചികിത്സിക്കാൻ കപ്പാസിറ്റി ഉള്ള ആളുകളാണ് വന്നിരിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവിടേക്ക് ആളുകൾ എത്തിയിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ മാർക്ക് ആ കാര്യം ഉറപ്പിച്ചു. ആ യാസ്മി ആന്റിയുടെ അച്ഛൻ അഷെങ് രാജ്യത്തിലെ ഒരു സംഭവം തന്നെയാണ്. അല്ലെങ്കിൽ ഇതുപോലെ 100-കണക്കിന് ആളുകൾ അവിടെ എത്തുമായിരുന്നില്ല. മാർക്ക് ഫെല്ലർ ആ ആളുകളെ അങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ അവിടേക്ക് യാസ്മിക്കൊപ്പം മറ്റൊരാൾ കൂടി എത്തി. അയാളെ കാണുമ്പോൾ തന്നെ അറിയാം അയാള് ആ കുടുംബത്തിലെ സർവപ്രധാനമായ ഒരു ചുമതല വഹിക്കുന്ന ആളാണെന്ന്. വന്ന ആൾ എല്ലാവരും നോക്കിയിട്ട് ഉറക്കെ പറഞ്ഞു, ഞാൻ യൂജിൻ ഷാ. നിങ്ങളെ എല്ലാവരെയും ഇവിടെ വിളിച്ചു വരുത്തിയത് എന്റെ അച്ഛന്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്തിനാണ് ഇത്രയേറെ ആളുകളെ ഒന്നിച്ച് വിളിച്ചു വരുത്തിയത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി അച്ഛൻ അസുഖബാധിതനാണ്. അച്ഛന്റെ ശരീരത്തിൽ ഒരു വിഷം കടന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തെ പരിശോധിച്ച ആളുകളെല്ലാം ഞങ്ങളോട് പറഞ്ഞത്. ആ വിഷത്തെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാനായി ഒരുപാട് ഡോക്ടേഴ്സ് പലതരത്തിലുള്ള മരുന്നുകൾ ഉണ്ടാക്കുകയും അച്ഛന് കൊടുക്കുകയും ചെയ്തു. അതൊന്നും ഫലവത്തായില്ല. അച്ഛൻ അസുഖബാധിതനായിട്ട് ഇപ്പോ 4 വർഷം പൂർത്തീകരിക്കപ്പെടുകയാണ്. അച്ഛന്റെ ആരോഗ്യം അനുദിനം ക്ഷയിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ലോകത്തുള്ള മിടുക്കരായ മുഴുവൻ ആളുകളെയും ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. അച്ഛന്റെ ബോഡിയിലുള്ള വിഷത്തെ പുറന്തള്ളാനുള്ള മരുന്ന് ഏതാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ മരുന്നിന്റെ പേര് കോൺസെൻട്രേഷൻ പില്ലാണ്. കോൺസെൻട്രേഷൻ പില്ല് ഉണ്ടാക്കാൻ അറിയാവുന്ന ആളുകളെയാണ് ഞങ്ങൾ ഇവിടേക്ക് ഇൻവൈറ്റ് ചെയ്തത്. ഞാൻ ഇത്രയും കാര്യങ്ങൾ ആമുഖമായി പറഞ്ഞത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ മുന്നിൽ 3 ദിവസത്തെ സമയമുണ്ട്. ഇവിടെ ഞങ്ങളുടെ ഈ വീടിനോട് അടുപ്പിച്ച് ഒരു വെയർ ഹൗസ് ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ ഏത് സ്ട്രീം ഓഫ് മെഡിസിൻ പ്രാക്ടീസ് ചെയ്താലും ആ സ്ട്രീം ഓഫ് മെഡിസിന് അനുസരിച്ചുള്ള റോ മെറ്റീരിയൽസ് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് അതെടുക്കാം. അതുപയോഗിച്ച് നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ പില്ല് ഉണ്ടാക്കാം. ആ കോൺസെൻട്രേഷൻ പില്ല് ഉപയോഗിച്ച് നിങ്ങൾക്ക് എൻ്റെ അച്ഛൻ്റെ അസുഖം ഭേദമാക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന എന്തും ഞങ്ങൾ നൽകും. യൂജിൻ ഷാ വളരെ വ്യക്തമായിട്ട് അയാളുടെ കുടുംബത്തിന്റെ ആ ആവശ്യം ആ ആൾക്കൂട്ടത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. യൂജിൻ ഷായുടെ പ്രസന്റേഷൻ കഴിഞ്ഞതും അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അവരവരുടെ വസതിയിലേക്ക് മടങ്ങി. അങ്ങനെ ആ ആൾക്കൂട്ടം പിരിയുമ്പോൾ മാർക്ക് ഫെല്ലറുടെ അടുത്തേക്ക് യാസ്മി എത്തി. യാസ്മി കണ്ടതും മാർക്ക് അവരോട് ചോദിച്ചു, ആന്റി, ആരോ 2 പേർ ശരിക്കും ശക്തരാണെന്ന് ആന്റി എന്നോട് പറഞ്ഞിരുന്നല്ലോ. ഈ നിൽക്കുന്നതിൽ ആരാണ് ആ കക്ഷിയിൽ നിന്നറിയാവോ? അങ്ങനെ മാർക്ക് ഫെല്ലർ യാസ്മിയോട് ചോദിച്ചതും യാസ്മി ആ ഹാളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ആളുകളെ നോക്കിയിട്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇപ്പോ ആ വലതു ഭാഗത്തെ വാതിൽ വഴി പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്ന ആ പൊക്കമുള്ള ആളെ കണ്ടോ? അതാണ് ഒരാൾ. അയാളുടെ പേര് ഹോച്ചിമിൻ എന്നാണ്. മാർക്ക് ഫെല്ലർ അയാളെ ഒന്ന് സൂക്ഷിച്ചു നോക്കുമ്പോൾ യാസ്മി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, 2ാമത്തെ കക്ഷിയെ കാണാൻ ആ ഇടതുവശത്ത് വാതിലേക്ക് നോക്കൂ. മാർക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ അനവധി ആളുകൾ ആ ഇടതുവശത്ത് വാതിലിൽ കൂടി നടക്കുകയാണ്. മാർക്ക് അതിൽ ആരാണ് ഈ 2ാമത്തെ കക്ഷി എന്നറിയാൻ വേണ്ടി ആ വാതിലിലേക്ക് അങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ യാസ്മി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അതിൽ ഏറ്റവും പുറകിൽ നടക്കുന്ന ആ കക്ഷിയാണ് മിസ്റ്റർ വാങ് വി ആണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കഥാപാത്രം. കോൺസെൻട്രേഷൻ പില്ല് ഉണ്ടാക്കാൻ അറിയാവുന്ന ആളുകളാണ് അവിടെ എത്തിയിരിക്കുന്ന എല്ലാവരും എന്ന് യാസ്മിയും കൂട്ടരും കരുതുന്നതേയില്ല. കുറെ ആളുകൾ ഒരു ചാൻസ് നോക്കി വന്നതാണ്. പക്ഷേ മാർക്ക് ഫെല്ലർക്കും യാസ്മിയെ ചൂണ്ടിക്കാണിച്ച ആ 2 പേർക്കും കോൺസെൻട്രേഷൻ പില്ല് ഉണ്ടാക്കാൻ അറിയാം എന്നൊരു വിശ്വാസം യാസ്മിക്കുണ്ട്. അതുകൊണ്ടാണ് യാസ്മി അവർ 2 പേരെയും മാർക്കിന് പരിചയപ്പെടുത്തി കൊടുത്തത്.
ഇപ്പോൾ സമയം ഏതാണ്ട് സന്ധ്യയാകാറാകുകയാണ്. യാസ്മിയോട് യാത്ര പറഞ്ഞ മാർക്ക് ഫെല്ലർ മീശയുടെ അടുത്തേക്ക് മടങ്ങിയെത്തി. മീശയുടെ അടുത്തെത്തിയ മാർക്ക് മീശയോട് ചോദിച്ചു, മീശ, നിങ്ങൾക്ക് ഈ കോൺസെൻട്രേഷൻ പില്ല് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാവോ? മാർക്ക്, ഇതെന്ത് ചോദ്യം എന്നോട് ചോദിക്കുന്നത്? മാർക്ക്, നീയല്ലേ ആൽക്കമിസ്റ്റ്, നീയല്ലേ പില്ലുണ്ടാക്കേണ്ടത്. ആ പില്ലുണ്ടാക്കുന്ന ഫോർമുല നീയല്ലേ അറിഞ്ഞു വെക്കേണ്ടത്. എനിക്കിങ്ങനെ അറിയാനാണ്. മീശ, കാര്യമൊക്കെ ശരി, എനിക്ക് ആ പില്ലുണ്ടാക്കാൻ അറിയില്ല, അതാണ് സത്യം. മാർക്ക്, പിന്നെ എന്തിനാ നീ ഇവിടെ വന്നത്? മീശ, ഇവിടെ വരാതെ എനിക്കെങ്ങനെ മാർഷൽ സെയിന്റിന്റെ പവർ കിട്ടും? മീശയ്ക്കും മാർക്കിന്റെ അവസ്ഥ അറിയാം. മാർഷൽ സെയിന്റായി മാർക്ക് മാറിയില്ല എങ്കിൽ 2 ആഴ്ച കഴിയുമ്പോൾ ശക്തി വീണ്ടെടുക്കുന്ന ബ്ലാക്ക് കീ മാർക്കിനെ വീണ്ടും നേരിടാൻ വരുമ്പോൾ മാർക്ക് കൊല്ലപ്പെടും. ആ കാര്യം ഉറപ്പാണ്. അല്ലെങ്കിൽ മാർക്ക് എവിടേക്കെങ്കിലും ഓടി ഒളിക്കണം. ഓടി ഒളിക്കാനായിരുന്നെങ്കിൽ മാർക്കിന് അത് നേരത്തെ ചെയ്യാൻ പറ്റുമായിരുന്നു. മാർക്കിന് ഓടി ഒളിക്കാൻ പറ്റില്ല. മാർക്കിനെ എമിലി ബ്ലാക്കിനെ രക്ഷിച്ചേ പറ്റൂ. മാർക്ക് ഫെല്ലർ എത്തി നിൽക്കുന്ന അവസ്ഥയെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള മീശ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അങ്ങനെ മീശ ചോദിച്ചതും മാർക്ക് മീശയോട് പറഞ്ഞു, മീശ, ഞാന് ഒന്ന് കറങ്ങിയിട്ട് വരാം. മാർക്ക്, നീ എവിടെ പോകുന്നു? കോൺസെൻട്രേഷൻ പില്ല് എനിക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞുണ്ടെങ്കിലും അറിയാവുന്ന ആളുകൾ ഉണ്ടെന്നാണല്ലോ ആന്റി എന്നോട് പറഞ്ഞത്. അവരോടൊന്ന് സംസാരിച്ചു നോക്കാം. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ മീശയുടെ അടുത്തുനിന്ന് പുറത്തിറങ്ങി. ഇപ്പോ ശരിക്കും നന്നായിട്ട് ഇരുട്ടിയിട്ടുണ്ട്. രാത്രി ഏകദേശം ഒരു 10 മണിയാകുന്ന സമയമാണ്. മാർക്ക് ഫെല്ലർ ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി പതുക്കെ മറ്റ് മുറികളുടെ മുന്നിൽ കൂടി നടക്കുകയാണ്. മാർക്ക് ഒരു ഉദ്ദേശം വെച്ചാണ് നടക്കുന്നത്. നേരത്തെ യാസ്മി ചൂണ്ടിക്കാണിച്ചു കൊടുത്ത ആ 2 പേരും താമസിക്കുന്നത് എവിടെയാണെന്ന് മാർക്ക് ഫെല്ലർ ഇതിനിടയിൽ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ വസതി ലക്ഷ്യമാക്കിയാണ് മാർക്കിന്റെ യാത്ര. മാർക്ക് ആ ഹോച്ചിമിൻ താമസിക്കുന്ന വസതിയുടെ സമീപത്തേക്ക് എത്തുമ്പോൾ മാർക്കിന് ശരിക്കും ശക്തമായ ഇന്റേണൽ എനർജിയുടെ സാന്നിധ്യം അനുഭവപ്പെട്ടു. അതിശക്തരായ മാർഷൽ മാർക്കിസ്റ്റുകളുടെ ഒരു സാന്നിധ്യമാണ് മാർക്കിന് ഫീൽ ചെയ്തത്. ആ രാത്രിയിൽ ശരിക്കും മർഡറസ് ആയിട്ടുള്ള ഒരു ഇന്റേണൽ എനർജിയാണ് മാർക്കിന് ഫീൽ ചെയ്തത്. ആരോ അക്രമാസക്തനായി സമീപത്ത് എവിടെയുണ്ട്. ആരാ ഈ രാത്രിയിൽ ഒരു ആക്രമണത്തിന് ഇറങ്ങിയിരിക്കുന്നത്? ആ ചിന്ത മനസ്സിലേക്ക് വന്ന മാർക്ക് ഹോച്ച്മൻ താമസിക്കുന്ന ആ മുറിയുടെ സമീപത്താറായതും അകത്തുനിന്ന് ശബ്ദം കേട്ടു. മാർക്ക് ആ വാതിലിനടുത്തെത്തുമ്പോൾ മാർക്ക് കാണുന്നത് അകത്ത് ഏതാനും ആളുകൾ നിൽക്കുന്നതാണ്. അവരുടെ നടുവിൽ സാക്ഷാൽ ഹോച്ച്മൻ നിന്ന് വിറയ്ക്കുന്നുണ്ട്. ഹോച്ച്മനോട് വന്ന ആളുകൾ സംസാരിക്കുകയാണ്. മിസ്റ്റർ ഹോച്ച്മൻ, ഞങ്ങൾ അവസാനമായി പറയുകയാണ്, നിന്റെ കൈവശമുള്ള ആ കോൺസെൻട്രേഷൻ പില്ലിന്റെ ഫോർമുല ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യും. അങ്ങനെ ഹാൻഡ് ഓവർ ചെയ്താൽ നിന്നെ കൊല്ലാതെ വിടാം, അല്ലെങ്കിൽ നിന്നെ ഇപ്പൊ ഞാൻ കൊല്ലും. ഹോച്ച്മനെ അക്ഷരാർത്ഥത്തിൽ ആരോ ഒരാൾ ഭീഷണിപ്പെടുത്തുകയാണ്. ആ ഭീഷണിപ്പെടുത്തുന്ന ആളുടെ പുറകിലായി 5 ആളുകൾ നിൽപ്പുണ്ട്. മൊത്തം 6 പേരാണ് ഹോച്ച്മിനെ എതിരിടാൻ എത്തിയിരിക്കുന്നത്. മാർക്ക് അകത്തേക്ക് നോക്കുമ്പോൾ ഹോച്ച്മിൻ അവരോട് പറയുകയാണ്, നിങ്ങൾ എന്നെ കൊന്നാലും ഞാൻ നിങ്ങൾക്ക് പ്രിസ്ക്രിപ്ഷൻ തരത്തില്ല. ഹോച്ച്മിൻ, വെറുതെ പിടിവാശി കാണിക്കരുത്. നിന്നെ കൊല്ലാൻ ഞങ്ങൾ തീരുമാനിച്ചാൽ പിന്നെ അത് ചെയ്യുക എന്നല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. നീ മരണപ്പെട്ടാൽ ഈ പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് നിനക്കെന്താ ഗുണം? വളരെ വ്യക്തമായൊരു ചോദ്യമാണ് ഹോച്ച്മിനെ വിരട്ടുന്ന ആ കക്ഷി ഉന്നയിച്ചത്. അത് കേട്ടതും ഹോച്ച്മിൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് പ്രിസ്ക്രിപ്ഷൻ നേടാന്ന് വിചാരിക്കണ്ട. ഒരു കാരണവശാലും ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ തരത്തില്ല. അങ്ങനെ ഹോച്ച്മിൻ തീർത്തു പറഞ്ഞതും ആ മുന്നിൽ നിൽക്കുന്ന ആളും അയാളുടെ പുറകെയുള്ള ആളുകളും അവരുടെ ഇന്റേണൽ എനർജി ശരിക്കും നന്നായിട്ട് ഒന്ന് റേസ് ചെയ്തു. ആ 6 പേരുടെയും ഇന്റേണൽ എനർജി റേസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയൊരു പ്രഷർ ഹോച്ച്മിന് ചുറ്റും ഉണ്ടാവുകയാണ്. ഹോച്ച്മിന് തങ്ങളുടെ ശക്തിയിൽ അത്ര വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്, അവൻ വഴങ്ങാത്തതെന്ന് മനസ്സിലായത് കൊണ്ടാണ് ആ മാർക്കിസ്റ്റുകൾ അവരുടെ എനർജി ഒന്ന് റിലീസ് ചെയ്തത്. അതിശക്തമായ ഒരു പ്രഷർ അവിടെ അനുഭവപ്പെട്ടതും ഹോച്ച്മിന്റെ ഡിഫൻസ് ഏതാണ്ട് ദുർബലമാവുകയാണ്. അവൻ ഏതാണ്ട് പെട്ടെന്ന് തോന്നിയ ആ നിമിഷത്തിൽ പുറകിൽ നിന്ന് ഒരു ശബ്ദം. എന്താ ഇത്? ശബ്ദം കേട്ട് ആ 6 ടീം തിരിഞ്ഞു നോക്കുമ്പോൾ വാതിൽ വഴി അകത്തേക്ക് വരുന്ന മാർക്ക് ഫെല്ലറെയാണ് അവർ കണ്ടത്. മാർക്ക് ഫെല്ലർ നേരത്തെ ആ 100 ടീമിന്റെ ഭാഗമായി ആ മീറ്റിംഗിൽ പങ്കെടുത്ത ആളാണ്. മാർക്ക് ഫെല്ലറെ കുറിച്ച് അവർക്ക് വേറെ വിവരങ്ങളൊന്നും അറിയത്തില്ല. നിനക്കെന്താ അവിടെ കാര്യം? ഹോച്ച്മിനെ വിരട്ടുന്ന ആ മാർക്ക് ഫെല്ലറെ കണ്ടതും ആ ചോദ്യം ഉന്നയിച്ചു. ആ ചോദ്യം കേട്ടതും മാർക്ക് അയാളോട് ചോദിച്ചു, അല്ല, ഈ രാത്രിയിൽ നിങ്ങൾ എന്തിനാ ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? നീ ആരാ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഈ വിഷയത്തിൽ നീ കയറി തലയിടാൻ ശ്രമിച്ചാൽ നിന്നെയും ഞങ്ങൾക്ക് തീർക്കേണ്ടി വരും. ആ 6 ടീമിലെ ഒരാൾ മാർക്ക് ഫെല്ലറോട് അങ്ങനെ പറഞ്ഞതും മാർക്ക് അയാളോട് പറഞ്ഞു,
എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തത് ഈ ഭീഷണിയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്കിന്റെ ഇടത് കൈയിലെ ചൂണ്ടുവിരലും തള്ളവിരലും കൂടി ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചലിപ്പിച്ചു. മാർക്കിന്റെ ആ വിരൽ അങ്ങനെ ചലിച്ചതും ശരിക്കും ഒരു ഫയർ ആ വിരലിൽ നിന്ന് ആ മനുഷ്യൻ നേരെ പാഞ്ഞു വന്നു. അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച. മാർക്ക് കാരംസ് തട്ടുന്ന പോലെ ആ ചൂണ്ടുവിരൽ ഒന്ന് തട്ടിയതേ ഉള്ളൂ. പെട്ടെന്ന് മാർക്കിന്റെ ഇടത് കൈയിൽ നിന്ന് അതിശക്തമായൊരു തീ ആ മാർക്കസിന് നെറ്റിൽ വന്ന് ഒരൊറ്റ ഇടി. മാർക്കിന്റെ ആ ഇടത് കൈയിലേക്ക് ആ സ്പിരിച്വൽ ഫ്ലെയിം കൊണ്ടുവന്നതാണ്. നിമിഷ നേരം കൊണ്ട് ആ ഫ്ലെയിം ആ ചെറുപ്പക്കാരന്റെ നെറ്റി കയറി ഇടിച്ചതും അവൻ തെറിച്ച് താഴേക്ക് വീണു. അവനെ കൊല്ലാൻ പര്യാപ്തമായ ശൈലിയിൽ മാർക്ക് ഫോഴ്സ് ഉപയോഗിച്ചിട്ടില്ല. മാർക്ക് അവനെ ഒന്ന് ഭയപ്പെടുത്തിയതേ ഉള്ളൂ. പെട്ടെന്ന് അവരുടെ കൂട്ടത്തിൽ ഒരു മാർക്കസ് ആ ശൈലിയിൽ താഴെ വീണതും ബാക്കി 5 പേരും ഒന്ന് വിജിലന്റായി. ഏയ്, നീ കാണുന്ന പോലെ അല്ലല്ലോ. അങ്ങനെ ചോദിച്ചുകൊണ്ട് ആ 5-അംഗ ടീം മാർക്കിനെ അങ്ങ് വളഞ്ഞു. ആ 5-അംഗ ടീം മാർക്ക് ഫെല്ലറെ വളഞ്ഞതും മാർക്ക് ഹോച്ച്മന്റെ മുറിയിലെ മേശപ്പുറത്തിരിക്കുന്ന ഗ്ലാസ്സിലേക്ക് നോക്കി. ആ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമുണ്ട്. മാർക്കിനെ തൊട്ടടുത്താണ് ആ മേശ ഇരിക്കുന്നത്. മാർക്ക് ആ മേശപ്പുറത്തുനിന്ന് ആ ഗ്ലാസ് കയ്യിലെടുത്തു. 5-അംഗ ടീം മാർക്കിനെ വളഞ്ഞ് മാർക്കിനെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ മാർക്ക് ആ ഗ്ലാസ്സിൽ നിന്ന് അല്പം വെള്ളം മാർക്കിന്റെ ഇടത് കൈയിലേക്ക് ഒഴിച്ചു. അതിനുശേഷം ആ ഗ്ലാസ് മാർക്ക് തിരിച്ച മേശപ്പുറത്ത് വെക്കുകയും ചെയ്തു. ഇതൊക്കെ ഒരു സ്ലോ മോഷൻ പോലെ സംഭവിക്കുകയാണ്. മാർക്കിന്റെ ഇടത് കൈയിൽ അല്പം വെള്ളമുണ്ട്. ഇടത് കൈക്കുമ്പിളിൽ ഇരിക്കുന്ന വെള്ളത്തിലേക്ക് മാർക്കൊന്ന് നോക്കിയിട്ട് മാർക്ക് ഒന്ന് ചിരിച്ചു. ഇവൻ എന്താണ് ചെയ്യാൻ പോകുന്ന അറിയാനായി ആ 5-അംഗ ടീം കൗതുകത്തോടെ മാർക്ക് ഫെല്ലറെ നോക്കിയതും മാർക്കിന്റെ ഇടത് കൈക്കുമ്പിളിലെ ആ വെള്ളത്തെ മാർക്ക് പതുക്കെ ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് പോക്കി. ആ വെള്ളം ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി വീണതും മാർക്ക് ഫെല്ലർ നേരത്തെ ചെയ്തതുപോലെ കാരംസ് കളിക്കുമ്പോൾ നമ്മൾ സ്ട്രൈക്കർ ഉപയോഗിച്ച് കോയിൻസിനെ അടിക്കില്ലേ, അതുപോലെ മാർക്ക് ഫെല്ലർ വലത് കൈയിലെ തള്ളവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ച് ആ വെള്ളത്തെ പതുക്കെ ഒന്ന് സ്ട്രൈക്ക് ചെയ്യാണ്. ശരിക്കും ആ വെള്ളത്തുള്ളിയിൽ മാർക്ക് ഫെല്ലറുടെ ആ വിരല് പതിഞ്ഞതും ആ വെള്ളത്തുള്ളി ബുള്ളറ്റ് പോലെ മുന്നോട്ട് പാഞ്ഞു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ അന്തം വിട്ട് നിൽക്കുന്ന ആ 5 പേരിൽ ഒരാളുടെ നെറ്റിക്ക് നേരെയാണ് ആ വെള്ളത്തുള്ളി പാഞ്ഞു ചെന്നത്. അതേ നിമിഷത്തിനെ മാർക്ക് ഫെല്ലറുടെ വിരല് പിന്നെയും ചലിക്കുകയാണ്. അതിവേഗതയിൽ മാർക്ക് ആ വെള്ളത്തുള്ളികൾ പതുക്കെ പതുക്കെ സ്ട്രൈക്ക് ചെയ്തതും അവയൊക്കെ ലൈറ്റ്നിങ് വേഗതയിൽ ബുള്ളറ്റുകളായി ആ 5 പേരുടെയും തലയിലേക്ക് വന്നിരിച്ചു. ആ നിമിഷത്തിൽ ആ 5 പേരുടെയും തല ചിതറുകയും ചെയ്തു. താഴെ വീണ് കിടക്കുന്ന ആ മാർക്കസും നിൽക്കുന്ന ഹോച്ച്മനും ഏതാണ്ട് അവരുടെ അവസ്ഥയിൽ അങ്ങനെ നിശ്ചലമായി നിൽക്കുകയാണ്. കൺമുമ്പിൽ കണ്ട കാര്യം വിശ്വസിക്കാൻ ഹോച്ച്മൻ അങ്ങോട്ട് പറ്റുന്നില്ല. താഴെ വീണ് കിടക്കുന്ന ആ മാർക്കസ് അമ്പരപ്പോടെ ആ നിമിഷത്തിൽ ചാടി എണീറ്റത്. ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ വീണ്ടും ആ വെള്ളത്തുള്ളിൽ ഒന്ന് സ്ട്രൈക്ക് ചെയ്തു. അവിടെ നടന്ന കാര്യം വേറെ ആരും അറിയാൻ പാടില്ല എന്ന് നിർബന്ധമുള്ള മാർക്ക് ഫെല്ലർ ആ സ്ട്രൈക്കിങ്ങിൽ അവനെ അങ്ങ് കൊന്നു. 1/2 ഡസൻ മാർക്കസുകൾ ഹോച്ച്മന് മുന്നിൽ ഇതാ ഡെഡ് ബോഡികളായി മാറിയിരിക്കുകയാണ്. ഹോച്ച്മൻ നിന്ന് വിറയ്ക്കുന്നുണ്ട്. ആ വിറയിലിടയിൽ തന്നെ അവൻ മാർക്ക് ഫെല്ലറോട് പറഞ്ഞു, താങ്ക് യു, താങ്കളും എന്നെ പോലെ ഇവിടെ മരുന്നുണ്ടാക്കാൻ വന്നാണെന്ന് എനിക്കറിയാം. എന്തായാലും എന്നെ സഹായിച്ചതിൽ ഒരുപാട് നന്ദി. മിസ്റ്റർ ഹോച്ച്മൻ, നന്ദി മാത്രമേ ഉള്ളൂ? അല്ല, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഹോച്ച്മൻ, ഞാൻ ഈ 6 പേരെ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇല്ലാതാക്കിയത്. ഞാൻ വന്നില്ലെങ്കിൽ ഈ 6 പേരും കൂടി നിങ്ങളെ കൊന്നനെ. അപ്പോ ഞാൻ നൽകിയ ജീവനാണ് ഇപ്പൊ നിങ്ങൾക്ക് ഉള്ളത് അല്ലെ? മാർക്ക് ഫെല്ലർ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാകാതെ മാർക്കിനെ തന്നെ ഹോച്ച്മൻ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മാർക്ക് ഹോച്ച്മനോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് ആ കോൺസെൻട്രേഷൻ പില്ലിന്റെ പ്രിസ്ക്രിപ്ഷന്റെ ഒരു കോപ്പി തരണം. അതിപ്പോ ഞാൻ നോക്കേ, എന്റെ പേര് മാർക്ക് ഫെല്ലർ. ഞാനൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് പാലിക്കുന്ന ആളാണ്. നിങ്ങളുടെ ജീവൻ ഞാൻ രക്ഷിച്ചത്. ഇനിയും ഇതുപോലെ അനവധി ആളുകൾ നിങ്ങൾ തേടി വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ അനിവാര്യമാണ്. ആ പ്രൊട്ടക്ഷൻ നൽകുന്നതിന് പകരം നിലയിൽ നിങ്ങൾക്കറിയാവുന്ന ആ കോൺസെൻട്രേഷൻ പില്ല് ഉണ്ടാക്കാനുള്ള മാർഗം എനിക്കൂടി പറഞ്ഞു തരണം. ആ പ്രിസ്ക്രിപ്ഷൻ നിങ്ങളൊന്ന് എഴുതി എനിക്ക് നൽകിയാൽ മതി. മാർക്ക് ഫെല്ലർ അങ്ങനെ പറഞ്ഞതും ഹോച്ച്മൻ മാർക്കിനോട് പറഞ്ഞു, മിസ്റ്റർ മാർക്ക്, ആ പ്രിസ്ക്രിപ്ഷൻ ഇപ്പോ എന്റെ കൈവശമില്ല. പക്ഷെ ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങളോട് വെയിറ്റ് ചെയ്യണമെങ്കിൽ ഞാനത് എടുത്തുകൊണ്ട് വരാം. ഞാൻ ഈ കോമ്പൗണ്ടിൽ തന്നെ അത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എനിക്കറിയാം, ഞാൻ ഈ മുറിയിൽ സൂക്ഷിച്ചു വെച്ചാൽ ഇതുപോലെ ആരെങ്കിലുമൊക്കെ വന്ന് ആ പ്രിസ്ക്രിപ്ഷൻ തട്ടിയെടുക്കുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ മുറി വെക്കാതെ അത് മറ്റൊരു സ്ഥലത്ത് കൊണ്ട് സൂക്ഷിച്ചു വെച്ചത്. മാർക്ക് ഫെല്ലറോട് അങ്ങനെ ഹോച്ച്മൻ പറഞ്ഞതും മാർക്ക് ഹോച്ച്മനോട് പറഞ്ഞു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോയി എടുത്തുണ്ടോ, ഞാനിവിടെ ഇരിക്കാം. ഹോച്ച്മൻ ആ പ്രിസ്ക്രിപ്ഷൻ എടുക്കാനായി ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയതും
മാർക്ക് ഫെല്ലർ മാർക്കിന്റെ വലത് കൈയിൽ നിന്ന് ഉയർത്തി. വലത് കൈ ഉയർത്തിയതും അവിടെ ഉടൻ ഒരു പർപ്പിൾ ഫ്ലെയിം പ്രത്യക്ഷപ്പെട്ടു. ആ പർപ്പിൾ ഫ്ലെയിം കയ്യിൽ വന്നതും മാർക്ക് അതിനെ താഴെ വീണ് കിടക്കുന്ന ആ ബോഡികളുടെ നേരെ ഒന്ന് തിരിച്ചു. ഏതാനും സെക്കൻഡിൽ കഴിഞ്ഞതും ആ 6 ബോഡിയും ഏതാണ്ട് ആവിയായി മാറിയെന്ന് പറയാം. അത്ര ശക്തിയുള്ള ഫ്ലെയിമാണ് മാർക്കിന്റെ കയ്യിലുള്ള ആ പർപ്പിൾ ഫ്ലെയിം. അവിടെ ഒരു സംഘടന നടന്നതിന്റെ ഒരു ലക്ഷണവും ഉണ്ടാകാൻ പാടില്ല എന്ന് മാർക്കിന് നിർബന്ധമുണ്ട്. ആ ബോഡികളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ക്ലീൻ ചെയ്ത് കഴിഞ്ഞതും മാർക്ക് അവിടെ ആ കസേരയിലിരുന്നു. മാർക്ക് വെയിറ്റ് ചെയ്യാണ്. ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഹോച്ച്മാൻ അവിടേക്ക് മടങ്ങി വന്നു. സമയം അപ്പോ രാത്രി 12 മണിയാണ്. മാർക്ക് ഇതാണ് പ്രിസ്ക്രിപ്ഷൻ, എന്റെ കയ്യിൽ വേറെ കോപ്പിയുണ്ട്, മാർക്ക് ഇത് സൂക്ഷിച്ചു. മാർക്കിന്റെ കയ്യിലേക്ക് ഹോച്ച്മാൻ കൊടുത്ത പേപ്പറിൽ വ്യക്തമായ ആ ഹെഡിങ് മാർക്ക് വായിച്ചു. കോൺസെൻട്രേഷൻ പിൽ. എന്താണ് ആ പില്ലെന്നും ആ പില്ല് എങ്ങനെ ഉണ്ടാക്കണമെന്നും അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്നും വിശദമായിട്ട് തന്നെ ആ കുറിപ്പിൽ കൊടുത്തിട്ടുണ്ട്. മാർക്ക് അതൊന്ന് വായിച്ചു. ആ പ്രിസ്ക്രിപ്ഷൻ വായിച്ചു തീർന്നപ്പോൾ മാർക്ക് ലേശ സംശയത്തോടെ ഹോച്ച്മാൻ ഒന്ന് നോക്കി. ആ പ്രിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ കോമൺ ആയി ലഭിക്കുന്ന സാധനങ്ങളാണ്. ഈ ഷീ കുടുംബത്തിലെ കാരണവരുടെ ദേഹത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന ആ വിഷം പുറത്തു കളയാൻ വേണ്ടിയാണ് കോൺസെൻട്രേഷൻ പില്ല് ഉണ്ടാക്കുന്നത്. സാധാരണഗതിയിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ആ മരുന്ന് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ നേരത്തെ ആരെങ്കിലുമൊക്കെ അത് ഉണ്ടാക്കിയേനെ. മാർക്ക് ഹോച്ച്മാന്റെ ആ പ്രിസ്ക്രിപ്ഷൻ ഒരിക്കൽ കൂടി ഒന്ന് നോക്കി. അതിനുശേഷം മാർക്ക് ഹോച്ച്മാനോട് പറഞ്ഞു, ഓക്കെ മിസ്റ്റർ ഹോച്ച്മാൻ, താങ്ക് യു. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ആ പ്രിസ്ക്രിപ്ഷനുമായി ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയ മാർക്ക് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് വലത് ഭാഗത്തേക്ക് നടന്നു. ആ നിരയിൽ ഏറ്റവും അവസാനത്തെ മുറിയാണ് യാസ്മി ചൂണ്ടിക്കാണിച്ചു കൊടുത്ത ആ 2ാമത്തെ കക്ഷിയുടെ. മാർക്ക് അയാളുടെ വസതി ലക്ഷ്യമാക്കി നടന്നു. ഹോച്ച്മാൻ താമസിക്കുന്ന മുറിയിൽ നിന്ന് ഏകദേശം ഒരു 15 മിനിറ്റെങ്കിലും നടന്നാലേ ഈ 2ാമന്റെ അടുത്തെത്തുള്ളൂ. മാർക്ക് നടന്ന് ആ വസതിയുടെ മുന്നിലെത്തുമ്പോൾ അവിടുത്തെ ആ മുറിയുടെ വാതിൽ ചാരിയിട്ടേ ഉള്ളൂ. അകത്തുള്ള ആ ആൽക്കമിസ്റ്റ് രാത്രിയായിട്ടും ഉറങ്ങിയിട്ടില്ല എന്ന് അത് കണ്ടപ്പോൾ മാർക്ക് മനസ്സിലായി. മാർക്ക് ആ വാതിൽ സാവധാനം തുറന്നു. ആ വാതിൽ മാർക്ക് ഒന്ന് തള്ളി തുറന്നതും മാർക്ക് ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. ആ ആൽക്കമിസ്റ്റ് അവിടെ തറയിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ്. മാർക്ക് പെട്ടെന്ന് ഓടി അയാളുടെ അടുത്തെത്തി. അയാളെ പരിശോധിച്ചപ്പോൾ മാർക്കിന് ഒരു കാര്യം മനസ്സിലായി. ആ മനുഷ്യൻ കൊല്ലപ്പെട്ടിട്ട് ഏകദേശം 2 മണിക്കൂർ ആകാറായിരിക്കുകയാണ്. ആരോ ആ വ്യക്തിയെ കൊലപ്പെടുത്തിയിട്ട് അയാളുടെ കൈവശമുള്ള ആ പ്രിസ്ക്രിപ്ഷൻ അപഹരിച്ചിരിക്കുകയാണ്. ആ തോന്നലുണ്ടായതും മാർക്ക് ആ മുറി മുഴുവൻ ഒന്ന് പരിശോധിച്ചു തുടങ്ങി. അങ്ങനെ പരിശോധിക്കുമ്പോൾ മാർക്കിന് ചില പേപ്പേഴ്സ് ഒക്കെ കിട്ടിയിരുന്നു. മാർക്ക് ആ പേപ്പറൊക്കെ എടുത്ത് മാർക്കിന്റെ കോട്ടിനകത്തേക്ക് ഒന്ന് വെച്ച ആ നിമിഷത്തിൽ ആരൊക്കെയോ അവിടേക്ക് ഓടി വരുന്ന ശബ്ദം മാർക്ക് കേട്ടു. ശബ്ദം കേട്ട മാർക്ക് വാതിലിന് നേരെ നടക്കുമ്പോഴേക്കും അനവധി ആളുകൾ അവിടെ ഓടിയെത്തിയിട്ടുണ്ട്. ഓടിയെത്തിയ ആളുകൾ അമ്പരപ്പോടെ അകത്തെ ആ രംഗത്തിലേക്ക് നോക്കുകയാണ്. അകത്ത് ഒരാള് രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു. ആ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ആളുടെ അടുത്ത് മറ്റുള്ള നിൽക്കുകയാണ്. എന്താ സംഭവം? വന്ന ആളുകൾ മാർക്കിനോടാ ചോദിക്കുന്നത്. മാർക്ക് അവരോട് പറഞ്ഞു, എന്താണെന്ന് അറിയത്തില്ല, ഞാൻ ഇതുവഴി വരുമ്പോൾ വാതിൽ തുറന്നു കിടക്കുന്ന കണ്ടു. അപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് കയറിയത്. ഞാൻ അകത്തോട് കയറുമ്പോൾ ഇയാൾ ഇങ്ങനെ കിടക്കുകയാണ്. നീ എന്തായി പറഞ്ഞത്? വെറുതെ ഇതുവഴി പോയപ്പോ വാതിൽ തുറന്നു കിടക്കായിരുന്നു. ഇപ്പോ സമയം എത്രയെന്നറിയോ? അയാളുടെ ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. രാത്രി ഏകദേശം 12:30 മണിയായിട്ടുണ്ട്. ഇപ്പം രാത്രി 12:30 മണിക്ക് തികച്ചും അപരിചിതനായ ഒരാളുടെ വസതിയിൽ ഇതാ മാർക്കിനെ അവരൊക്കെ കാണുകയാണ്. മാർക്കിനെ അവർ കാണുമ്പോൾ ആ വസതിയിൽ താമസിക്കുന്ന ആള് രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ്. ആ കാഴ്ചയ്ക്ക് ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ, മാർക്ക് ഫെല്ലർ ആ ആളെ കൊലപ്പെടുത്തിയതാണ്. കൊലപ്പെടുത്താനുള്ള കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. കോൺസെൻട്രേഷൻ പില്ലിന്റെ ആ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെന്ന് എല്ലാവരും കരുതുന്ന ഒരു വ്യക്തിയാണ് അവിടെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത്. അയാളുടെ കൈവശമുള്ള ആ കോൺസെൻട്രേഷൻ പില്ലിന്റെ കോപ്പി അടിച്ചു മാറ്റാൻ വേണ്ടിയാണ് മാർക്ക് ഫെല്ലർ അവിടെ എത്തിയത്. ആ വന്ന ആളുകൾ അത്തരത്തിൽ ഡയലോഗ് പറഞ്ഞു തുടങ്ങുമ്പോഴാണ് അവിടേക്ക് സാക്ഷാൽ യൂജിൻ കടന്നു വരുന്നത്. ആരോ യൂജിനെ വിവരം അറിയിച്ചിരിക്കുകയാണ്. യൂജിൻ അവിടേക്ക് വന്നതും ആളുകൾ 2 ഭാഗത്തേക്കായി വഴിമാറി. ആ കുടുംബത്തിലെ എല്ലാ തീരുമാനവും എടുക്കുന്നത് യൂജിൻ ഷാ ആണെന്നുള്ള കാര്യം രാവിലെ മുതൽ തന്നെ അവർ മനസ്സിലാക്കിയതാണ്. യൂജിൻ ഷാ ആ വീണ് കിടക്കുന്ന ആളിലേക്കും മാർക്ക് ഫെല്ലറിലേക്കും അവിടെ നിൽക്കുന്ന ആളുകളിലേക്ക് നോക്കുമ്പോൾ ഒരാൾ യൂജിൻ ഷായോട് പറഞ്ഞു, മിസ്റ്റർ യൂജിൻ ഷാ, ഈ നിൽക്കുന്ന മനുഷ്യനാണ് ആ വ്യക്തിയെ കൊന്നത്. എന്നതിന്റെ പേര്? എന്റെ പേര് മാർക്ക് ഫെല്ലർ എന്നാണ്. മാർക്ക് ഫെല്ലർ, എന്താ സംഭവിച്ചത്? മിസ്റ്റർ യൂജിൻ ഷാ, ഞാൻ ഇതുവഴി നടക്കുമ്പോൾ വാതിൽ തുറന്നു കിടക്കുന്ന കണ്ടു.
എന്നെപ്പോലെ മരുന്നുണ്ടാക്കാനായി വന്ന ആളാണല്ലോ, പരിചയപ്പെട്ട് കളയാമെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോഴാണ് ഈ കാഴ്ച ഞാൻ കാണുന്നത്. ഞാൻ ഇവിടേക്ക് കയറിയപ്പോൾ തന്നെ ആളുകൾ ഇവിടെ ഓടിയെത്തുകയും ചെയ്തു. മാർക്ക് ഫെല്ലർ പറഞ്ഞത് കേട്ടതും യൂജിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇപ്പോ രാത്രിയാണ്, സമയം 12:30. ഈ രാത്രിയിൽ തികച്ചും അപരിചിതമായ ഒരു സ്ഥലത്ത് നിങ്ങളെ ഈ ശൈലി കാണുമ്പോൾ നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. യൂജിൻ അത് പറയുമ്പോഴത്തേക്കും യാസ്മി അവിടെ എത്തി. യാസ്മിയെ കണ്ടതും യൂജിൻ യാസ്മിയോട് പറഞ്ഞു, യാസ്മി, ഇത് കണ്ടോ, അച്ഛന് മരുന്നുണ്ടാക്കാൻ വന്ന ഒരാള് ഇതാ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത്? യാസ്മിയും താഴെ വീണ് കിടക്കുന്ന ആളെ കണ്ടു. ആ ആളെ മാർക്ക് ഫെല്ലർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് യാസ്മിയാണ്. അയാളുടെ കൈവശം കോൺസെൻട്രേഷൻ പില്ല് ഉണ്ടാക്കാനുള്ള ഫോർമുല ഉണ്ടാകുമെന്ന് മാർക്കിനോട് പറഞ്ഞതും യാസ്മിയാണ്. യാസ്മിക്ക് ഇപ്പോൾ സംഭവം ഏതാണ്ട് ക്ലിയർ ആവുകയാണ്. മാർക്ക് ഫെല്ലർ രാത്രി അവിടെ എത്തി ആ മനുഷ്യരെ കൊന്നിട്ട് അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ കോൺസെൻട്രേഷൻ പില്ല് ഉണ്ടാക്കാനുള്ള ഫോർമുല അടിച്ചു മാറ്റിയതാണ്. ആ കാര്യം ബോധ്യമായ യാസ്മി മാർക്ക് ഫെല്ലറെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അത് കണ്ടതും മാർക്ക് യാസ്മിയോട് പറഞ്ഞു, ആന്റി, ഞാൻ ഇതുവഴി വന്നപ്പോൾ ഇദ്ദേഹം മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. യാസ്മിയോട് മാർക്ക് ഫെല്ലർ അത് പറഞ്ഞപ്പോൾ യൂജിൻ മാർക്കിനോട് പറഞ്ഞു, മിസ്റ്റർ മാർക്ക്, നിങ്ങൾക്ക് നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും ആളുകൾ കണ്ടിരിക്കെ നിങ്ങൾ ഇപ്പോഴും വീണ്ടും കള്ളം പറയുകയാണ്. മിസ്റ്റർ യൂജിൻ, നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം. ഞാൻ എന്തിന് ഇയാളെ കൊല്ലണം? ഇയാളെ കൊന്നതോട് എനിക്കെന്താ ഗുണം? ഞാൻ വന്നത് നിങ്ങളുടെ അച്ഛനെ ചികിത്സിക്കാനാണ്. അത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക് പങ്കില്ല. യൂജിനോട് മാർക്ക് ഫെല്ലർ അങ്ങനെ പറഞ്ഞതും യാസ്മി യൂജിനോട് പറഞ്ഞു, യൂജിൻ, തൽക്കാലം നമുക്ക് ഈ വിഷയം ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. നാളെ മുതൽ 3 ദിവസം ഇവരിവിടെ ഉണ്ടാവുമല്ലോ. അതിനിടയിൽ നമുക്ക് ഈ സംഭവത്തിന്റെ വസ്തുത പഠിച്ചെടുക്കാം. യാസ്മി അങ്ങനെ തീർത്തു പറഞ്ഞതും യൂജിൻ എല്ലാ ആളുകളോടും അവരുടെ വസതിയിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടു. ഒത്തിരി സെക്യൂരിറ്റി ഗാർഡുകളും യൂജിനൊപ്പം ഉണ്ടായിരുന്നു. അവരൊക്കെ അവിടെ നിന്ന് മൂവ് ചെയ്തതും യാസ്മി മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നിനക്ക് ഇതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടോ? ആന്റി എന്തായി ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ കാണുമ്പോൾ ഇയാൾക്ക് ജീവനില്ല. ആന്റി, ഇതിന് പിന്നിൽ ആരോ ഉണ്ട്. ആ ആളെ ഞാൻ കണ്ടുപിടിക്കും. മാർക്ക് ഫെല്ലർ അങ്ങനെ പറഞ്ഞതും യാസ്മി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എന്തായാലും നാളെ മുതൽ 3 ദിവസം, അതാണ് നിനക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന സമയം. അത് മറക്കണ്ട. ഡിവൈൻ ആൽക്കെമിസ്റ്റ് പൗലിൻ മാസ്റ്ററാണ് മാർക്ക് ഫെല്ലറെ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് യാസ്മി ഒരു അടുപ്പത്തോടെ മാർക്കിനോട് സംസാരിക്കുന്നത്. മാർക്കിനും അതറിയാം. പിറ്റേ ദിവസം മാർക്ക് ഫെല്ലർ ആ ഫാമിലിയുടെ വെയർ ഹൗസിലേക്ക് എത്തി. മരുന്നുകൾ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ആ വെയർ ഹൗസിൽ മാർക്ക് എത്തുമ്പോൾ അവിടെ ഏകദേശം ഒരു 100ഓളം ആളുകളുണ്ട്. തലേദിവസം മാർക്ക് കണ്ട എല്ലാ കക്ഷികളും അവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരുടെ കയ്യിലും ചില കുറിപ്പടികളൊക്കെ ഉണ്ട്. മാർക്ക് ഫെല്ലർ ആ ആളുകളെ ഒന്ന് സ്കാൻ ചെയ്യുമ്പോൾ മാർക്ക് ഹോച്ച്മിനെ കണ്ടു. ഹോച്ച്മിൻ മാർക്കിനെ കണ്ടതും മാർക്കിന്റെ അടുത്തേക്ക് വന്നു. മാർക്ക് ഫെല്ലർ, ഞാൻ ഒരു വാർത്ത കേട്ടായിരുന്നു. എന്തു വാർത്ത? അല്ല, നിങ്ങള് ഒരാളെ രാത്രി കൊന്നു എന്ന് ഒരു വാർത്ത കേട്ടായിരുന്നു. ഹോച്ച്മിന് ഉറക്കെയാണ് ആ ചോദ്യം ചോദിച്ചത്. രാത്രിയിൽ അവിടെ ഒരു മരണം നടന്ന കാര്യം പോലും അറിയാത്ത അനവധി ആളുകൾ ആ വെയർ ഹൗസിൽ മരുന്ന് ശേഖരിക്കാൻ വന്ന ആളുകളുടെ കൂട്ടത്തിലുണ്ട്. അവരെല്ലാവരും ആ ഹോച്ച്മിൻ ചോദിച്ച ചോദ്യം കേട്ടു. മാർക്ക് ഫെല്ലർ ഹോച്ച്മിനോട് പറഞ്ഞു, ഞാൻ കേട്ടായിരുന്നു. അല്ല മാർക്ക്, നിങ്ങളാണ് ആ കൊല നടത്തിയെന്ന് ആരോ പറയുന്നത് ഞാൻ കേട്ടു. വീണ്ടും ഹോച്ച്മിൻ ആ ഡയലോഗ് പറഞ്ഞപ്പോൾ സകലരുടെ ശ്രദ്ധ മാർക്ക് ഫെല്ലറിലേക്കായി. സകലരെ തന്നെ നോക്കുന്നത് മാർക്ക് ഫെല്ലറും കണ്ടു. ഹോച്ച്മിൻ, നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഞാൻ അയാളെ കൊന്നു. എന്താ അസംബന്ധോ നിങ്ങൾ ഈ പറയുന്നത്? അങ്ങനെ ഹോച്ച്മിനോട് മാർക്ക് ഫെല്ലർ ചൂടായി സംസാരിക്കുമ്പോഴേക്കും ആ വെയർ ഹൗസിന്റെ വാതിൽ തുറക്കപ്പെട്ടു. അവിടെ ആ സംഭാഷണം മുറിഞ്ഞു. വെയർ ഹൗസിന് പുറത്തുണ്ടായിരുന്ന ആളുകളൊക്കെയും അകത്തേക്ക് കടന്നു. സകല ആളുകളും അകത്തേക്ക് കടന്നപ്പോൾ ബാലൻസ് ഉള്ളത് ഹോച്ച്മിനും മാർക്ക് ഫെല്ലർ മാത്രമാണ്. മാർക്ക് ഫെല്ലർ ഹോച്ച്മിനോട് ചോദിച്ചു, ഹോച്ച്മിൻ, നിങ്ങൾ മരുന്നുണ്ടാക്കുന്നില്ലേ? മാർക്ക് എങ്ങനെ ചോദിച്ചതും ഹോച്ച്മിൻ മാർക്കിനോട്, അതെ, ഞാനും ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് വെയർ ഹൗസിൽ അകത്തേക്ക് കടന്നു. അയാളെ ഫോളോ ചെയ്ത് മാർക്കും അകത്തേക്ക് കടന്നു. വളരെ വിശാലമായ ഒരു വെയർ ഹൗസാണ്. എല്ലാ തരത്തിലുള്ള മരുന്നുകൾ ഉണ്ടാക്കാനുള്ള സകല ഇൻഗ്രീഡിയൻസും അവിടെ ശേഖരിച്ചിട്ടുണ്ട്. ധാരാളം ആൽക്കെമിസ്റ്റുകൾ വർക്ക് ചെയ്യുന്ന ഒരു വെയർ ഹൗസാണ് അതെന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ്. അമൂല്യങ്ങളായ ചെടികളും മറ്റ് മെറ്റീരിയൽസും ഒക്കെ അവിടെ ഉണ്ട്. അതേപോലെ തന്നെയാണ് അമൂല്യങ്ങളായ ഉപകരണങ്ങളുമുണ്ട്. മാർക്ക് കൗതുകപൂർവ്വം അതൊക്കെ നോക്കുകയാണ്. അതൊക്കെ നോക്കുന്നുണ്ടെങ്കിലും മാർക്കിന്റെ ഒരു കണ്ണ് കൃത്യമായി ഹോച്ച്മിനിലാണ്. മാർക്ക് നോക്കുമ്പോൾ ബാക്കി ആളുകളൊക്കെ
സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് തുടങ്ങി. ആർക്കും ഒരു സംശയവുമില്ല, എല്ലാവരും പർച്ചേസ് ചെയ്യുന്നത് ഏതാണ്ട് ഒരേ സാധനമാണ്. എല്ലാവരും അതിവേഗം ഓരോരോ സാധനങ്ങൾ സെലക്ട് ചെയ്യണം. സാധനങ്ങൾ സെലക്ട് ചെയ്യുന്ന ആളുകളിൽ ഒരാളുടെ അടുത്ത് മാർക്ക് ഫില്ലർ എത്തി. കൃത്യമായ അളവിൽ അയാൾ സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്ത് ആ വെയർഹൗസിലെ രജിസ്റ്ററിന്റെ അടുത്തേക്ക് നടക്കുമ്പോഴാണ് മാർക്ക് അയാളുടെ അടുത്ത് വന്നത്. മാർക്ക് അയാൾ പർച്ചേസ് ചെയ്ത ആ സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാമത്തെ ആളും അവിടെ എത്തി. അയാളും രജിസ്റ്ററിൽ സാധനങ്ങളുടെ പേരെഴുതി അതിന്റെ ക്വാണ്ടിറ്റിയും എഴുതി. ആ സാധനങ്ങളും ക്വാണ്ടിറ്റി എഴുതി കഴിഞ്ഞാൽ അവിടെയുള്ള വെയർഹൗസ് മാനേജർ അത് നോക്കി വെരിഫൈ ചെയ്ത് കൗണ്ടർ സൈൻ ചെയ്തതോടുകൂടി അയാൾക്ക് ആ സാധനവുമായി ആ വെയർഹൗസിൽ നിന്ന് പുറത്തിറങ്ങാം. അതാണ് സിസ്റ്റം. മാർക്ക് അങ്ങനെ കൗതുകത്തോടെ നോക്കി നിൽക്കുമ്പോൾ മൂന്നാമത്തെ ആളും നാലാമത്തെ ആളും ഒക്കെ വരികയാണ്. സകല ആളുകളും എഴുതുന്നത് ഒരേ പേരും ഒരേ അളവുമാണ്. ഏകദേശം 20ഓളം ഐറ്റംസ് ആണ് അവരെല്ലാവരും എഴുതിയത്. ആ 20 ഐറ്റംസിന്റെയും ക്വാണ്ടിറ്റിയിൽ പോലും ഒരു വ്യത്യാസവുമില്ല. മാർക്കിനിപ്പോൾ ഒരു കാര്യം ബോധ്യമായി. അവിടെ ആ വെയർഹൗസിനകത്തേക്ക് കടന്നു വന്നിരിക്കുന്ന ആളുകൾ എല്ലാവരും ഒരൊറ്റ ഫോർമുലയെ ഫോളോ ചെയ്യുന്നവരാണ്. ആ ഫോർമുല ആരോ അവരുടെ ഇടയിൽ സർക്കുലേറ്റ് ചെയ്തതാണ്. അങ്ങനെ തോന്നിയതും മാർക്ക് ഫില്ലർ മാർക്കിന്റെ കയ്യിലുള്ള ഫോർമുല ഒന്ന് നോക്കി. അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസും അതിന്റെ ക്വാണ്ടിറ്റിയും നോക്കി. ഹോച്ചിമിൻ മാർക്കിന് കൊണ്ടുകൊടുത്ത ആ ഫോർമുലയാണ് മാർക്ക് ഒന്ന് നോക്കിയത്. മാർക്കിന്റെ പ്രിസ്ക്രിപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന അത്രയും സാധനങ്ങൾ തന്നെയാണ് ആ വെയർഹൗസിൽ നിന്ന് സകല ആളുകളും പർച്ചേസ് ചെയ്യുന്നത്. മാർക്കിനിപ്പോൾ കഥ വ്യക്തമായി. ഹോച്ചിമിൻ മാർക്കിന് കൊടുത്ത അതേ ഇൻഗ്രീഡിയൻസിന്റെ ലിസ്റ്റ് ഹോച്ചിമിൻ അവിടെ കൂടി നിൽക്കുന്ന ആളുകൾക്കും കൊടുത്തിട്ടുണ്ട്. ഹോച്ചിമിനാണ് അവർക്ക് ലിസ്റ്റ് കൊടുത്തെന്നുള്ള കാര്യം അവർക്കാർക്കും അറിയത്തില്ല. അറിയുമായിരുന്നെങ്കിൽ അവിടെ വെച്ച് ഹോച്ചിമിനെ കണ്ടപ്പോൾ അവരെല്ലാം സ്വാഭാവികമായും ഹോച്ചിമിനോട് ഒരു അടുപ്പം കാണിച്ചനെ. വളരെ രഹസ്യമായി ഹോച്ചിമിൻ ആ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ശരിക്കും പത്രത്തിൽ പ്രസിദ്ധീകരിച്ചതുപോലെ ആയെന്ന് പറയായപ്പോൾ മാർക്കിന്റെ മനസ്സിൽ ഒരു സംശയം തോന്നിയതും മാർക്ക് ഹോച്ചിമിനെ നോക്കി. ഹോച്ചിമിൻ സാധനം ഒന്നും പർച്ചേസ് ചെയ്യാതെ വെറുതെ അതിനകത്തൂടെയൊക്കെ നടക്കുകയാണ്. അത് കണ്ടതും മാർക്ക് നടന്ന് ഹോച്ചിമിന്റെ അടുത്ത് വന്നു. ഹോച്ചിമിൻ, നിങ്ങളെന്താ ഒന്നും എടുക്കാത്തെ? അല്ല മാർക്ക്, ഞാൻ പിന്നെ വെയർഹൗസ് അടക്കില്ലേ, നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നില്ലേ? അങ്ങനെ വീണ്ടും മാർക്ക് ചോദിച്ചതും ഹോച്ചിമിൻ ചില സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് രജിസ്റ്ററിൽ എഴുതി അതിവേഗം അവിടുന്ന് പുറത്തു കടന്നു. മാർക്ക് ആ രജിസ്റ്ററിന്റെ അടുത്ത് വന്നിട്ട് ആ രജിസ്റ്ററിൽ ഹോച്ചിമിൻ എഴുതിയ സാധനങ്ങളുടെ ലിസ്റ്റ് ഒന്ന് നോക്കി. നേരത്തെ ആളുകൾ വാങ്ങിച്ചുകൊണ്ട് പോയിരിക്കുന്ന സാധനങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത ഏതെല്ലാം സാധനങ്ങളാണ് അയാൾ എഴുതിയിരിക്കുന്നത്. മാർക്ക് ഒന്നും മിണ്ടാതെ 1-2 സാധനങ്ങൾ മാത്രം പർച്ചേസ് ചെയ്ത് അത് രേഖപ്പെടുത്തി അവിടുന്ന് മുറിയിലേക്ക് മടങ്ങി. മുറിയിൽ മാർക്ക് മടങ്ങി എത്തുമ്പോൾ മീശ അവിടെയുണ്ട്. മീശ മാർക്കിനെ കണ്ടതും മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, ഈ ചെറിയ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണോ നീ ബില്ലുണ്ടാക്കാൻ പോകുന്നത്? മീശയുടെ ചോദ്യം കേട്ടതും മാർക്ക് ഒന്ന് ചിരിച്ചു. മീശ, ഞാനിത് വെറുതെ വാങ്ങിച്ചതാണ്. വെയർഹൗസ് എങ്ങനെ ഉണ്ടെന്ന് കാണാൻ വേണ്ടി ഞാൻ പോയതല്ലേ. തൽക്കാലം ഞാൻ മരുന്നുണ്ടാക്കുന്നില്ല, ഒരു ദിവസം കൂടെ കഴിയട്ടെ. മാർക്ക്, ബാക്കി എല്ലാവരും മരുന്നുണ്ടാക്കുമ്പോൾ നീ ഉണ്ടാക്കാതിരുന്നാൽ എങ്ങനെ ശരിയാകും? മീശ, അതൊക്കെ ശരിയാകും. അങ്ങനെ മീശയോട് പറഞ്ഞിട്ട് മാർക്ക് ഫില്ലർ മാർക്കിന്റെ മുറിക്കകത്തേക്ക് കയറി. മാർക്ക് ഫില്ലർ മുറിക്കകത്തേക്ക് കയറുന്ന കണ്ടതും മീശയുടെ മുറിയിലേക്ക് കയറി. ഈ 2 മുറിക്കും കോമൺ ആയിട്ട് ഒരു ഹാളുണ്ട്. ആ ഹാളിന്റെ വാതിൽ ചാരിയിട്ടേ ഉള്ളൂ. ഹാളിൽ ആ സമയത്ത് ആരുമില്ലെന്ന് പറയാം. മീശയുടെ മുറിയിലേക്ക് കയറി ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ ഹാളിന്റെ വാതിൽ പുറത്തുനിന്ന് ആരോ തുറന്നു. അകത്തേക്ക് പതുക്കെ ആളുകൾ കടക്കുകയാണ്. അകത്തേക്ക് കിടക്കുന്ന ആളുകൾ ശബ്ദമുണ്ടാക്കാതെ അകത്ത് കടന്നതിന് ശേഷം ആ വാതിൽ അങ്ങ് ചാരി. അകത്ത് കിടന്ന ആളുകൾ ആ ഹാൾ മുഴുവൻ പതുക്കെ പരിശോധിച്ചു തുടങ്ങി. ആ ഹാളിൽ മാർക്ക് ഫില്ലറും മീശയും ഇല്ല. രണ്ടുപേരും അവരുടെ മുറിയിലാണ്. ഏകദേശം ഒരു 6ഓളം ആളുകൾ അകത്തേക്ക് കടന്നിട്ടുണ്ട്. അവര് ആ മുറിയിലെ ഓരോ സാധനങ്ങളും പതുക്കെ പൊക്കിക്കെടുത്ത് നോക്കുകയാണ്. ആ മുറിയിൽ അവർ നോക്കുന്നത് പേപ്പർ പോലുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടോന്നാണ്. അല്പനേരം ശബ്ദമുണ്ടാക്കാതെ അവരത് നോക്കുമ്പോഴാണ് അവർ ഒരു ശബ്ദം കേൾക്കുന്നത്. എന്താ, ഒന്നും കിട്ടിയില്ലേ? ശബ്ദം കേട്ട് അവർ തിരിയുമ്പോൾ അവരെ തന്നെ നോക്കി നിൽക്കുന്ന മാർക്ക് ഫില്ലറെയാണ് അവർ കണ്ടത്. മിസ്റ്റർ മാർക്ക് ഫില്ലർ, നിങ്ങളൊരു പ്രിസ്ക്രിപ്ഷൻ ഹോൾഡ് ചെയ്യുന്ന കാര്യം ഞങ്ങൾക്കറിയാം. ആ പ്രിസ്ക്രിപ്ഷൻ മര്യാദയ്ക്ക് ഞങ്ങൾക്ക് താ. മാർക്ക് ഫില്ലറോട് അങ്ങനെ ആ ആള് പറഞ്ഞതും മാർക്ക് സാവധാനം നടന്ന് അയാളുടെ അടുത്തേക്ക് വന്നു. ഞാൻ അത് നൽകിയില്ലെങ്കിൽ മാർക്ക് ഫില്ലർ, നിന്റെ കയ്യിൽ നിന്ന് ആ പ്രിസ്ക്രിപ്ഷൻ വാങ്ങാൻ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ പറഞ്ഞിട്ട് അവൻ കൈ ഒന്ന് പതുക്കെ പൊക്കുകയാണ്.
അവൻ ശരിക്കും ഒരു ശക്തനാണെന്ന് മാർക്ക് ഫെല്ലറെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവൻ കൈ ഒന്ന് പൊക്കിയപ്പോൾ അവൻ്റെ കയ്യിൽ ഒരു പ്രകാശം വന്നു. മാർക്ക് ഫെല്ലർ അവനെ തന്നെ സൂക്ഷിച്ചങ്ങനെ നോക്കിയിരിക്കുകയാണ്. മാർക്കിന്റെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ട്. കയ്യിൽ പ്രകാശം കൊണ്ടുവന്ന ആ വ്യക്തി പെട്ടെന്ന് മാർക്കിന്റെ ബോഡിയിലേക്ക് ആ പ്രകാശം ഒന്ന് തെറിപ്പിച്ചു. ശരിക്കും ഒരു ബോൾ എറിയുന്ന പോലെ ആ പ്രകാശം അയാള് മാർക്കിന്റെ ബോഡിയിലേക്ക് ഒന്ന് എറിഞ്ഞതാണ്. ആ പ്രകാശം മാർക്കിന്റെ ബോഡിയിൽ വന്ന് തട്ടി. ആ പ്രകാശം മാർക്കിന്റെ ബോഡിയിൽ തട്ടിയതും അതങ്ങ് ചിതറി. മാർക്ക് ഫെല്ലർക്ക് ഒന്നും സംഭവിച്ചില്ല. അത് കണ്ടതും ആ പ്രകാശം ഉപയോഗിച്ച് മാർക്കിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച ആ വ്യക്തിക്ക് ഒരു പതർച്ച. ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്ന അയാളുടെ കൂടെയുള്ള ആളുകളും പെട്ടെന്ന് അയാളുടെ അടുത്തേക്ക് വന്നു. അവരൊക്കെ മാർക്കിനെ സൂക്ഷിച്ചു നോക്കുകയാണ്. സാധാരണഗതിയിൽ അവര് വിജയിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ ഇതാ മാർക്ക് ഫെല്ലറെ തൊടാൻ അവർക്ക് പറ്റിയിട്ടില്ല. മാർക്ക് ഫെല്ലർ ആരാണെന്നോ മാർക്ക് ഫെല്ലറുടെ ശക്തി എന്താണെന്നോ അറിഞ്ഞുകൂടാത്ത ഏകദേശം ഒരു 6 ആളുകളാണ് അവിടേക്ക് കടന്നിരിക്കുന്നതെന്ന് മാർക്കിന് അവരുടെ ആ മുഖഭാവം കണ്ടപ്പോൾ മനസ്സിലായി. മാർക്ക് അവരെല്ലാം ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഏയ്, ആരാ നിങ്ങൾ ഇതിനകത്തേക്ക് പറഞ്ഞു വിട്ടത്? ഏയ്, ഞങ്ങളാരും പറഞ്ഞു വിട്ടതല്ല. നോക്ക്, ആരാണ് നിങ്ങളെ പറഞ്ഞു വിട്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഞാൻ വെറുതെ വിടാം, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ 6 പേരെയും കൊല്ലേണ്ടി വരും. മാർക്ക് ഫെല്ലറുടെ ആ വാക്കുകൾ കേട്ടതും ആ 6 അംഗ ടീം ഒന്ന് ചിരിച്ചു. ഏയ് മാർക്ക് ഫെല്ലർ, നിനക്ക് ശരിക്കും നീ വന്നുപെട്ടിരിക്കുന്ന സ്ഥലം ഏതാണെന്ന് അറിയില്ലെന്ന് തോന്നുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ 6 അംഗ ടീം മാർക്കിനെ അങ്ങ് വളയുകയും ചെയ്തു. മാർക്കിനെ വളഞ്ഞ് മാർക്കിന്റെ കയ്യിലിരിക്കുന്ന ആ പ്രിസ്ക്രിപ്ഷൻ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അവരുടെ ടാർഗറ്റ്. പക്ഷേ ഏകദേശം ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത് ആ 6 പേരുടെയും ഡെഡ് ബോഡിയാണ്. മാർക്ക് ഫെല്ലർക്ക് ആ 6 പേരെയും കൊല്ലാൻ ഒരു വിഷമവും തോന്നിയില്ല. ശബ്ദം കേട്ട് പുറത്തേക്ക് വന്ന മീശ ആ കാഴ്ച കണ്ടു. മീശ മാർക്കിനോട് ചോദിച്ചു, മാർക്ക് എന്താ സംഭവം? മീശ, എന്താണ് സംഭവം എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ കൈവശമുള്ള കോൺസെൻട്രേഷൻ പില്ലിന്റെ ഫോർമുല പിടിച്ചെടുക്കാൻ ഉദ്ദേശിച്ച് വന്ന ആളുകളാണ് ഇവർ. മാർക്ക്, നിനക്ക് കോൺസെൻട്രേഷൻ പില്ല് ഉണ്ടാക്കാനുള്ള ഇത് കിട്ടിയോ? പ്രിസ്ക്രിപ്ഷൻ കിട്ടിയോ? മാർക്ക് പറഞ്ഞത് കേട്ടപ്പോൾ മീശ അറിയാതെ ചോദിച്ചു പോവുകയാണ്. മീശ, അതൊക്കെ ഞാൻ എപ്പോഴും സംഘടിപ്പിച്ചു. അത് കേട്ടപ്പോഴാണ് മീശയ്ക്ക് ഒരു ആശ്വാസമായത്. ആ ബോഡികൾ അവിടെ നിന്ന് മാറ്റാനുള്ള നിർദ്ദേശം മാർക്ക് മീശയ്ക്ക് കൊടുത്തതിന് ശേഷം മാർക്കിനെ മുറിയിലേക്ക് കടന്നു. മീശയ്ക്ക് ആ 6 ബോഡികളെയും മീശയുടെ ആ മാജിക് ആർട്ടിഫാക്റ്റിലേക്ക് മാറ്റാൻ ഏതാനും സെക്കൻഡുകളെ വേണ്ടി വന്നുള്ളൂ. ആ ബോഡികൾ മറ്റെവിടെയെങ്കിലും കൊണ്ട് കളയണം. അതാണ് മീശയുടെ ടാർഗറ്റ്. ഈ സമയത്ത് മുറിക്കുള്ളിലേക്ക് കയറിയ മാർക്കിന്റെ അച്ഛന്റെ ആ ലൈബ്രറിയിൽ ഒന്നുകൂടി ആ കോൺസെൻട്രേഷൻ പില്ല് പരതി തുടങ്ങി. വർഷങ്ങളായി ശരീരത്തിനകത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന വിഷത്തെ പുറത്തേക്ക് തെറിപ്പിക്കാൻ കഴിയുന്ന, പുറത്തേക്ക് കളയാൻ കഴിയുന്ന മരുന്നുകൾ ഏതെങ്കിലും ഉണ്ടോ എന്നാണ് മാർക്ക് യഥാർത്ഥത്തിൽ ആ ലൈബ്രറിയിൽ പരതി നോക്കിയത്. കുറെ പരതിയപ്പോൾ മാർക്കിന് ഒരു മരുന്ന് കിട്ടി. മാർക്ക് ആ മരുന്ന് അതിവേഗം പഠിച്ചു തുടങ്ങി. മാർക്ക് ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ സമയത്ത് ശരിക്കും ആ കോമ്പൗണ്ടിനകത്തുള്ള വിവിധ മുറികളിൽ അനവധി ആളുകൾ മരുന്നുകൾ ഉണ്ടാക്കി തുടങ്ങിയിരിക്കുകയാണ്. മാർക്ക് ഫെല്ലർ ആ ലൈബ്രറിയിൽ നിന്നുള്ള മരുന്ന് ഉണ്ടാക്കുന്ന പ്രക്രിയ പഠിച്ച് സമയം കടന്നു പോവുകയാണ്. ഏകദേശം നേരം വെളുക്കാറായപ്പോഴാണ് യഥാർത്ഥത്തിൽ മാർക്ക് ഉറങ്ങാൻ തന്നെ. പിറ്റേ ദിവസം ലേശം ലേറ്റ് ആയിട്ടാണ് മാർക്ക് ഫെല്ലർ വെയർഹൗസിൽ എത്തിയത്. വെയർഹൗസിൽ മാർക്ക് എത്തപ്പോൾ അവിടെ സാക്ഷാൽ ഹോച്ച്മൻ ഉണ്ട്. ഹോച്ച്മൻ വെയർഹൗസിനകത്ത് തന്നെ ഉണ്ട്. അയാൾ ഏതൊക്കെ സാധനം പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാർക്ക് ഫെല്ലർ അകത്തേക്ക് കടന്നു. മാർക്ക് നടന്ന് അയാളുടെ പുറകിലെത്തി ഹോച്ച്മനോട് ചോദിച്ചു, ഹോച്ച്മൻ, നിങ്ങൾ ഇന്നും വന്നോ? പെട്ടെന്ന് മാർക്കിന്റെ ശബ്ദം പുറകിൽ നിന്ന് കേട്ടപ്പോൾ ഹോച്ച്മൻ ഒന്ന് നടുങ്ങി. തലേദിവസം അവൻ പർച്ചേസ് ചെയ്ത സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുത്തിട്ട് പുതിയ സാധനങ്ങൾ അവൻ പർച്ചേസ് ചെയ്യുകയാണ്. അത് മാർക്ക് മനസ്സിലാക്കിയോ എന്നൊരു സംശയം ഹോച്ച്മനുണ്ട്. ഹോച്ച്മൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ ലേശം വ്യത്യാസമുള്ളൊരു മരുന്ന് കൂടി ഉണ്ടാക്കാന്ന് കരുതി പർച്ചേസ് ചെയ്യാനായിട്ട് ഈ വെയർഹൗസിലേക്ക് വന്നതാണ്. ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് മാർക്ക് ആ വെയർഹൗസിലെ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ നടന്നു. അനവധി ഇൻഗ്രീഡിയൻസ് ഉള്ള ആ വെയർഹൗസിൽ നിന്ന് മാർക്കിന് ആവശ്യമായ സാധനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് മാർക്കിന്റെ ടാർഗറ്റ്. മാർക്ക് തലേദിവസം പഠിച്ച ആ മരുന്ന് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് മുഴുവൻ മാർക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്തു. മാർക്ക് രജിസ്റ്ററിൽ പേരെഴുതാനായിട്ട് ആ രജിസ്റ്റർ എടുത്തപ്പോൾ തൊട്ടു മുന്നേ ഹോച്ച്മന് എടുത്ത സാധനങ്ങളുടെ ലിസ്റ്റ് മാർക്ക് കണ്ടു. ആ സാധനങ്ങളുടെ ലിസ്റ്റും അവരുടെ കൂട്ടത്തിലുള്ള ബാക്കി ആളുകൾ എടുത്ത സാധനങ്ങളുടെ ലിസ്റ്റും മാർക്ക് പെട്ടെന്നൊന്ന് കമ്പയർ ചെയ്തു. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. മാർക്കിനിപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഹോച്ച്മൻ തെറ്റായ ഒരു പ്രിസ്ക്രിപ്ഷൻ സകല ആളുകളിലും എത്തിച്ചിരിക്കുകയാണ്. ശരിയായ പ്രിസ്ക്രിപ്ഷൻ ഹോച്ച്മന്റെ കയ്യിലേ ഉള്ളൂ.
ഹോച്ച്മാൻ എടുത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ മാർക്കിന് വായിച്ച മനസ്സിലാകുന്ന സാധനങ്ങളാണ്. പക്ഷെ ആ സാധനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ആ കോൺസെൻട്രേഷൻ പിൽ ഉണ്ടാക്കുന്നത് അതാണ് മാർക്കിന് അറിഞ്ഞുകൂടാത്തത്. ഹോച്ച്മാൻ മാർക്കിന് ഹാൻഡ് ഓവർ ചെയ്ത ആ പ്രിസ്ക്രിപ്ഷൻ ശരിക്കും തെറ്റായ ഒരു പ്രിസ്ക്രിപ്ഷനാണ്. അക്കാര്യം മാർക്കിന് ഇപ്പോൾ പൂർണ്ണ ബോധ്യമാണ്. മാർക്ക് റൂമിലേക്ക് മടങ്ങിയെത്തിയ ഉടൻ ആ മരുന്നുണ്ടാക്കാനുള്ള പ്രക്രിയയിലേക്ക് കടന്നു. പിറ്റേന്ന് മൂന്നാമത്തെ ദിവസമാണ്. മൂന്നാമത്തെ ദിവസം രാവിലെ ആകുമ്പോൾ തന്നെ മിക്കവാറും എല്ലാ ആളുകളും ഏതാണ്ട് മരുന്ന് ഉണ്ടാക്കി കഴിഞ്ഞു എന്ന് പറയാം. ശരിക്കും ദൈവികമായ മരുന്നുകളാണ് അവിടെ ഉണ്ടാക്കുന്നത്. ദൈവികമായ മരുന്ന് ഉണ്ടാക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ആ മരുന്ന് ഉണ്ടാക്കുന്ന ശാലയ്ക്ക് മുകളിലായി പിൽ ക്ലൗഡുകൾ എന്ന് വിളിക്കപ്പെടുന്ന ചെറിയ മേഘങ്ങൾ ഉണ്ടാവും. രാവിലെ മുതൽ അത്തരത്തിലുള്ള അനവധി മരുന്ന് മേഘങ്ങൾ ആകാശത്ത് പരക്കെ കാണുന്നുണ്ട്. ആ ഷൂ കുടുംബത്തിന്റെ വസതി ഒരു വലിയ ഏരിയ മുഴുവൻ കവർ ചെയ്തുണ്ട്. അതുകൊണ്ട് തന്നെ ആ വലിയ ഏരിയയ്ക്ക് മുകളിലായി അനവധി മേഘങ്ങളും അങ്ങനെ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. മേഘങ്ങൾ വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. അതൊരു സൂചനയാണ്. ആ മേഘങ്ങൾക്ക് താഴെ ആരോ ദൈവികമായ ഒരു കപ്പാസിറ്റി നേടുകയാണ്. ആ കപ്പാസിറ്റി മരുന്നുണ്ടാക്കുന്ന മേഖലയിലാണെന്ന് സൂചിപ്പിക്കുന്ന പിൽ ക്ലൗഡുകളാണ് മുകളിൽ കാണുന്നത്. ഒരാള് അയാളുടെ ശക്തിയാണ് വർദ്ധിപ്പിക്കുന്നതെങ്കിൽ അവിടെ വരുന്ന മേഘങ്ങൾ ശരിക്കും ആ ശക്തി വർദ്ധിപ്പിക്കുന്ന ആളോട് ഒന്ന് മത്സരിക്കും. അവരുടെ ഡിവൈൻ കപ്പാസിറ്റി ഉപയോഗിച്ചുകൊണ്ട് താഴേക്ക് മിന്നലയക്കും. പിൽ ക്ലൗഡുകളാണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല. പിൽ ക്ലൗഡുകൾ മുകളിൽ അങ്ങനെ തങ്ങി നിൽക്കുകയുള്ളൂ. മീശ ഈ കാഴ്ചകളൊക്കെ കാണുകയാണ്. മാർക്ക് ഫെല്ലർ ആണെങ്കിൽ മരുന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഏകദേശം ഒരു 3 മണി ആകാറായപ്പോൾ ആ ഷൂ കുടുംബത്തിന്റെ മുകളിൽ ശക്തമായ മേഘങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ശരിക്കും മൾട്ടി കളറുള്ള മേഘങ്ങളാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അതിശക്തമായ ഒരു മരുന്ന് ആരോ ഉണ്ടാക്കിയതിന്റെ ഒരു സൂചനയാണ് ആ മേഘം. ഏകദേശം 100ഓളം ആളുകൾ അവിടെ മരുന്നുണ്ടാക്കുന്ന പ്രക്രിയയിൽ വ്യാപൃതരാണ്. അതിൽ ആരോ ഒരാൾ തികച്ചും ദൈവികമെന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു മരുന്ന് ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ മേഘങ്ങളെ വിലയിരുത്തുന്ന ഏതൊരാൾക്കും അത്തരത്തിൽ ഒരു ധാരണ ഉണ്ടാവും. മാർക്ക് ഫെല്ലറുടെ മുന്നിലുള്ള ആ മരുന്നുണ്ടാക്കാനുള്ള ഉപകരണത്തിൽ നിന്ന് ഇപ്പോ പുറത്തേക്ക് വന്നത് കറുത്ത നിറത്തിലുള്ള ഒരു ഗുളികയാണ്. മാർക്കിന്റെ അച്ഛന്റെ ലൈബ്രറിയിൽ നിന്ന് മാർക്ക് പഠിച്ചെടുത്ത ആ പ്രിസ്ക്രിപ്ഷൻ വഴി മാർക്ക് ഉണ്ടാക്കിയെടുത്ത ആ ഗുളിക കയ്യിലേക്ക് വന്നതും മാർക്ക് അതൊന്ന് സൂക്ഷിച്ചു നോക്കി. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു ഗന്ധമാണ് ആ ഗുളികയ്ക്കുള്ളത്. സാധാരണ മരുന്നുകൾക്കുള്ള ഒരു ഗന്ധമല്ല അതിനുള്ളത്, ഒരു രൂക്ഷഗന്ധം. ആ രൂക്ഷഗന്ധമുള്ള ആ ഗുളിയിലേക്ക് നോക്കിയ മാർക്ക് ഒരു ചെറിയ പ്ലാസ്റ്റിക് ഡപ്പിയിൽ ആ ഗുളിക ഒന്ന് അടച്ചു വെച്ചു. അതിനുശേഷം മാർക്ക് അത് മാർക്കിന്റെ കോട്ടിന്റെ പോക്കറ്റിലേക്ക് ഇട്ടു. ഈ സമയം ഒരു സൈറൺ മുഴങ്ങി. എല്ലാവരും അവരവരുടെ പ്രാക്ടീസ് നിർത്താനും ഗുളിയുമായി ഹാളിലേക്ക് വരാനുമുള്ള നിർദ്ദേശമാണ് ആ സൈറൺ എന്ന് പറയുന്നത്. മാർക്ക് ഫെല്ലറും ആ ഗുളിയുമായി ഹാളിലേക്ക് തിരിച്ചു. ആ ഹാളിലേക്ക് ശരിക്കും സന്തോഷത്തോടു കൂടിയാണ് ആൽക്കമിസ്റ്റുകൾ ഒന്നൊന്നായി എത്തിയത്. അവരുടെ മുഖത്തെ സന്തോഷം കാണുമ്പം നമുക്ക് ആ കാര്യം ഉറപ്പാക്കാം. എല്ലാവരും വിജയിച്ചിരിക്കുകയാണ്. ആരും പരസ്പരം പറയുന്നില്ലെന്ന് മാത്രം. അവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും വളരെ വളരെ രഹസ്യമായിട്ടാണ് ആ പിൽ ഫോർമുല കിട്ടിയത്. അതുകൊണ്ട് തന്നെ പിൽ ഫോർമുല കിട്ടിയ കാര്യം ഒരാളും രണ്ടാമതൊരാളോട് പറഞ്ഞിട്ടില്ല. സകല ആളുകളും മരുന്നുണ്ടാക്കുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ അവനവൻ ഉണ്ടാക്കുന്നത് മാത്രമാണ് യഥാർത്ഥ കോൺസെൻട്രേഷൻ പിൽ. ആ ഒരു വിശ്വാസമാണ് എല്ലാവർക്കും ഉള്ളത്. എല്ലാവരും ആ കുടുംബത്തിന്റെ നടത്തിപ്പുകാരെത്താൻ വേണ്ടി കാത്തു നിൽക്കുമ്പോൾ യൂജിനും യാസ്മിയും കൂടി അവിടെ എത്തി. യൂജിൻ എല്ലാ ആളുകളെയും ഒന്ന് സ്കാൻ ചെയ്തിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളുടെയൊക്കെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ ശരിക്കും ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ വരികയാണ്. നിങ്ങളെല്ലാവരും കോൺസെൻട്രേഷൻ പില്ല് ഉണ്ടാക്കി കാണും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമുക്ക് ഒരു ഭാഗത്തു നിന്ന് തുടങ്ങാം. അങ്ങനെ പറഞ്ഞിട്ട് ഇടതുവശത്തേക്കുന്ന ആളെ നോക്കി യൂജിൻ പറഞ്ഞു, ഓക്കെ, നിങ്ങളുടെ മരുന്ന് കൊണ്ടുപോവാ. ശരിക്കും ആ ഇടതുവശത്ത് നിൽക്കുന്ന ആൾക്ക് ലോട്ടറി അടിച്ചതുപോലെയായി. അയാളാണ് ആദ്യം വിളിച്ചത്. അയാൾ സന്തോഷത്തോടെ ആ മരുന്ന് കൊണ്ടുവന്ന് യൂജിന്റെ മുമ്പിലുള്ള മേശപ്പുറത്ത് വെച്ചു. യൂജിൻ ആ ഗുളിക എടുത്ത് ഒന്ന് സൂക്ഷ്മമായി നോക്കിയിട്ട് തിരിച്ച് മേശപ്പുറത്ത് വെച്ചിട്ട് അയാളോട് പറഞ്ഞു, ഏയ്, നിങ്ങൾ പരാജയപ്പെട്ടു സർ. ഇത് കോൺസെൻട്രേഷൻ പില്ലാണ്. നോക്ക്, കോൺസെൻട്രേഷൻ പില്ല് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതല്ല. പക്ഷെ പേടിക്കണ്ട, നിങ്ങളുടെ വന്നതിനും പ്രവർത്തിച്ചതിനും നിങ്ങൾക്ക് അതിൻ്റെതായ പ്രതിഫലം കിട്ടും. അങ്ങനെ യൂജിൻ പറഞ്ഞതും 2 പരിചാരകർ വന്ന് ആ മനുഷ്യനെ ഇടതുവശത്തുള്ള മുറിയിലേക്ക് കൊണ്ടുപോയി. ഈ സമയത്ത് രണ്ടാമത്തെ ആളെ യൂജിൻ അടുത്തേക്ക് വിളിപ്പിച്ചു. അയാളുടെ റിസൾട്ടും ആദ്യത്തെ ആളുടേത് പോലെ തന്നെ. അയാളെ ഇടതുവശത്ത് മുറിയിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും ആദ്യം ഇടതുവശത്ത് മുറിയിൽ പോയ ആള് പുറത്തേക്ക് വരുന്ന അവർ കണ്ടു. അവൻ്റെ കയ്യിൽ ഒരുപാട് സമ്മാനങ്ങളുണ്ട്. ഈ ഷൂ കുടുംബം അവിടെ വന്ന ആളുകൾ പരാജയപ്പെട്ടാലും അവർക്ക്
ശരിക്കും വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കൊടുത്താണ് വിടുന്നതെന്ന് അപ്പോഴാണ് ആൾക്ക് ബോധ്യമാവുന്നത്. ഗുളിക പരിശോധനയും സമ്മാനം കൊടുക്കൽ പ്രക്രിയ അങ്ങനെ തുടരുകയാണ്. 100 പേരിൽ 98 ആളുകളും പരാജയപ്പെട്ട് കഴിഞ്ഞു. 98 ആളുകളും പരാജയപ്പെട്ട് കഴിഞ്ഞതും യൂജിൻ ബാലൻസ് ഉള്ള മാർക്ക് ഫെല്ലറെയും ഹോച്ചിമിനെയും നോക്കി. അവരും അവരുടെ ഗുളിക യൂജിന് മുന്നിൽ പ്രസന്റ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഹോച്ചിമിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ചെല്ല്. അത് വേണ്ട, നിങ്ങൾ നൽകിയ ആ പിൽ ഫോർമുല അനുസരിച്ചല്ലേ ഞാൻ പില്ലുണ്ടാക്കിയത്. അപ്പോ സ്വാഭാവികമായിട്ടും നിങ്ങളല്ലേ ആദ്യം ചെല്ലേണ്ടത്. നിങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ടല്ലേ ഞാൻ ചെല്ലാവൂ. അതല്ലേ എൻ്റെ ശരി. മാർക്ക് ഫെല്ലർ പറയുന്ന കാര്യം ശരിയാണെന്ന് കേട്ടപ്പോൾ ഹോച്ചിമിനും തോന്നി. ഹോച്ചിമിൻ ചിരിച്ചുകൊണ്ട് അയാളുടെ കയ്യിലുള്ള ഗുളികയുമായി യൂജിന്റെ അടുത്തെത്തി. യൂജിൻ ആ ഗുളിക വാങ്ങിച്ചു. ആ ഗുളിക വാങ്ങിച്ച യൂജിൻ ആ ഗുളിക ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഇത് കോൺസെൻട്രേഷൻ പില്ല് തന്നെയാണോ? നേരത്തെ കണ്ട ഗുളികളൊക്കെയും കോൺസെൻട്രേഷൻ പില്ല് അല്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി യൂജിനുണ്ട്. പക്ഷെ ഇപ്പോൾ കണ്ട ഗുളിക അവനെ ശരിക്കും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവൻ ആ ചോദ്യം ഹോച്ചിമിനോട് ചോദിച്ചത്. ഹോച്ചിമിൻ യൂജിനോട് പറഞ്ഞു, ഇത് കോൺസെൻട്രേഷൻ പില്ല് തന്നെയാണ്. ഈ പില്ല് ഉപയോഗിച്ചാൽ നിങ്ങളുടെ അച്ഛൻ്റെ അസുഖം മാറും. ഹോച്ചിമിൻ അത് പറഞ്ഞപ്പോൾ യൂജിനൊരു സന്തോഷം. യൂജിൻ ആ ഗുളിക കയ്യിലെടുത്തു. അതിനുശേഷം അയാൾ ഹോച്ചിമിനോട് ചോദിച്ചു, ഉറപ്പാണല്ലോ ഇത് അച്ഛന് കൊടുക്കാമല്ലോ? തീർച്ചയായും, നിങ്ങൾ ധൈര്യമായി കൊടുക്കൂ. അങ്ങനെ ഹോച്ചിമിൻ പറഞ്ഞതും മാർക്ക് ഫെല്ലർ യൂജിനോട് പറഞ്ഞു, മിസ്റ്റർ യൂജിൻ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. മാർക്ക് ഫെല്ലർ, നിങ്ങൾ എന്താ പറയുന്നത്? മിസ്റ്റർ യൂജിൻ, ഈ ഹോച്ചിമിൻ ഉണ്ടാക്കിയ ആ മരുന്ന് 3 ദിവസം മുമ്പ് കൊല്ലപ്പെട്ട ആ വ്യക്തിയുടെ കുറിപ്പിനെ ബേസ് ചെയ്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കേട്ടത് ഹോച്ചിമിൻ പറഞ്ഞു, അല്ലല്ല, ഇത് എൻ്റെ സ്വന്തം കുറിപ്പാണ്. മിസ്റ്റർ ഹോച്ചിമിൻ, ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു സിമ്പിൾ കാര്യമാണ്. ആ കൊല്ലപ്പെട്ട വ്യക്തിയുടെ ആ കുറിപ്പ് യഥാർത്ഥത്തിൽ പാളിച്ചുള്ള കുറിപ്പാണ്. ആ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഉണ്ടാക്കുന്ന ഗുളിക നമ്മൾ ഒരു വ്യക്തിക്ക് കൊടുത്താൽ ആ ആള് മരിച്ചു പോകും. ഒരു ചെറിയ പാളിച്ച ആ പ്രിസ്ക്രിപ്ഷനകത്തുണ്ട്. നിങ്ങൾ ആ കൊല്ലപ്പെട്ട ആളുടെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചല്ല നിങ്ങളുടെ ഈ പില്ല് ഉണ്ടാക്കിയതെങ്കിൽ ധൈര്യമായിട്ട് മിസ്റ്റർ യൂജിന്റെ പിതാവിന് കൊടുക്കാം. ആ കൊല്ലപ്പെട്ട ആളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ നേടിയ പ്രിസ്ക്രിപ്ഷൻ വഴിയാണ് പില്ല് ഉണ്ടാക്കിയതെങ്കിൽ ശ്രദ്ധിക്കണേ. മാർക്ക് ഫെല്ലർ ആ വാചകം പറഞ്ഞതും ഹോച്ചിമിൻ മാർക്കിനോട് പറയുകയാണ്, അങ്ങനെ ആവത്തില്ല. ആ ആളുടെ പ്രിസ്ക്രിപ്ഷൻ തെറ്റാൻ ഒരു സാധ്യതയില്ല. ഹോച്ചിമിൻ ആ ഡയലോഗ് പറഞ്ഞതും അവിടെ കൂടി നിൽക്കുന്ന ആളുകൾ അമ്പരപ്പെടെ ഹോച്ചിമിനെ നോക്കിയാണ്. കൊല്ലപ്പെട്ട വ്യക്തിയുടെ പ്രിസ്ക്രിപ്ഷനാണ് ഹോച്ചിമിന്റെ കയ്യിലുള്ളതെന്ന് ഹോച്ചിമിൻ അറിയാതെ സമ്മതിച്ചു പോയ ഒരു നിമിഷമാണ്. താൻ അബദ്ധം പറഞ്ഞു എന്ന് മനസ്സിലാക്കിയ ഹോച്ചിമിൻ പെട്ടെന്ന് തിരുത്തി യൂജിനോട് പറഞ്ഞു, അല്ല, ഞാൻ അറിയാതെ. ഹോച്ചിമിൻ, നീയാണ് അയാളെ കൊന്നതല്ലേ? എന്നിട്ട് ആ കൊലപാതക കുറ്റം നീ മാർക്ക് ഫെല്ലറുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയല്ലേ? യൂജിന് പെട്ടെന്ന് കഥ മനസ്സിലാവുകയാണ്. അല്ല, അത് ശരിയല്ല, മാർക്ക് ഫെല്ലർ പറഞ്ഞത് ശരിയല്ല. അങ്ങനെ ഹോച്ചിമിൻ പറഞ്ഞതും മാർക്ക് ഹോച്ചിമിനോട് പറഞ്ഞു, ഹോച്ചിമിൻ, നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ആ ഗുളിക യൂജിന്റെ അച്ഛന് കൊടുക്കൂ. യൂജിന്റെ അച്ഛന് ഒന്നും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് നമുക്ക് ഉറപ്പാക്കാം. എന്തെങ്കിലും സംഭവിച്ച് അദ്ദേഹം മരിച്ചുപോയാൽ പിന്നെ ഉള്ള കാര്യം അത് യൂജിൻ നോക്കിക്കോളും. മാർക്ക് അങ്ങനെ പറഞ്ഞതും ഹോച്ചിമിൻ ശരിക്കും വിറച്ചു തുടങ്ങി. അവന് വല്ലാത്തൊരു പേടി. അവൻ ആ വിറയിൽ കാണുന്ന ഏവർക്കും കഥ മനസ്സിലാവും. വിറച്ചുകൊണ്ട് ഹോച്ചിമിൻ യൂജിനോട് പറഞ്ഞു, മിസ്റ്റർ യൂജിൻ, ക്ഷമിക്കണം, എനിക്ക് ഒരു അബദ്ധം പറ്റിയതാണ്. സത്യമായിട്ടും ഈ പ്രിസ്ക്രിപ്ഷൻ എൻ്റെതല്ല, ആ മരിച്ച ആളുടെ പ്രിസ്ക്രിപ്ഷനാണ്. ഹോച്ചിമിൻ, മരിച്ച ആളുടെ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയാതെ നീ കൊന്ന ആളുടെ പ്രിസ്ക്രിപ്ഷൻ ആണെന്ന് പറയൂ. അങ്ങനെ പറഞ്ഞുകൊണ്ട് യാസ്മി ഹോച്ചിമിന്റെ അടുത്തേക്ക് വന്നു. യാസ്മിക്ക് കഥ ഏതാണ്ട് മനസ്സിലായിരിക്കുകയാണ്. ആ ദിവസം ആ രാത്രിയിൽ ഹോച്ചിമിൻ മാർക്ക് ഫെല്ലറെ കൊടുക്കാനായി ഒരു പരിപാടി പ്ലാൻ ചെയ്തതാണ്. അക്കാര്യത്തിൽ ഇപ്പൊ യാസ്മിക്ക് സംശയമൊന്നുമില്ല. കഥ മനസ്സിലായതും യൂജിൻ അയാളുടെ കയ്യിൽ നിന്ന് ഗുളിക അതിശക്തമായി ഒന്ന് പ്രസ് ചെയ്തു. ആ നിമിഷത്തിൽ ആ ഗുളിക വെറും തരികളായി മാറി. അതിനുശേഷം യൂജിൻ തിരിഞ്ഞ് മാർക്ക് ഫെല്ലർ നോക്കി. മാർക്ക്, നീയും പില്ലുണ്ടാക്കിയില്ലേ? അത് അച്ഛന് കൊടുക്കാനല്ലേ? അങ്ങനെ യൂജിൻ ചോദിച്ചതും മാർക്ക് ആ കറുത്ത നിറത്തിലുള്ള പ്രത്യേക ഗന്ധമുള്ള ആ ഗുളിക യൂജിന്റെ കയ്യിലേക്ക് വെച്ചു. തൻ്റെ വലത് കയ്യിലെ ഏറ്റുവാങ്ങിയ ആ ഗുളിയിലേക്ക് യൂജിൻ സൂക്ഷിച്ചു നോക്കിയാണ്. അയാൾക്ക് അത് കോൺസെൻട്രേഷൻ പില്ലാണോ അല്ലയോ എന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ശരിക്കും രൂക്ഷമായ ഒരു ഗന്ധം ആ ഗുളിയിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. ആ ഗുളിയിലേക്ക് യൂജിൻ സൂക്ഷിച്ചു നോക്കുന്നുണ്ടെന്നും യാസ്മി മാർക്കിനോട് ചോദിച്ചു, മാർക്ക്,
ഉറപ്പായും അച്ഛന് കൊടുക്കാനല്ലേ? ആൻറ്റി, ഒരു ഭയം വേണ്ട, ഉറപ്പായി കൊടുക്കാം. മാർക്ക് ഫെല്ലർ അങ്ങനെ തീർത്തു പറഞ്ഞതും യൂജിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഫോളോ മീ. മാർക്ക് ഫെല്ലറും യാസ്മിയും യൂജിനും കൂടി ആ ഹാളിൽ നിന്ന് പുറത്തേക്ക് നടക്കുമ്പോൾ ആ ഹാളിലെ അംഗരക്ഷകർ ഹോച്ച്മിനെ അവരുടെ ഒരു ഇൻട്രോഗേഷൻ മുറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. മാർക്ക് ഫെല്ലറും യൂജിനും യാസ്മിയും കൂടി വളരെ വിശാലമായ ഒരു ഹാളിലേക്കാണ്. ആ ഹാൾ വഴി അവർ നടന്ന് അതിമനോഹരമായ ഒരു മുറിയിലേക്ക് എത്തി. ശരിക്കും മാർക്ക് ആ ഹാളും ആ മുറിയൊക്കെ കണ്ട് ലേശം അമ്പരുന്നു എന്ന് പറയാം. അതിമനോഹരമായ ഒരു കൊട്ടാരത്തിന്റെ എല്ലാ ലക്ഷണങ്ങളുമുള്ള ഹാളും മുറികളും ഒക്കെയാണ് മാർക്ക് ഇപ്പോൾ കാണുന്നത്. മാർക്ക് കഴിഞ്ഞ 3 ദിവസവും ആ മീറ്റിംഗ് നടന്ന ഹാൾ വരെ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. കൗതുകത്തോടെ മാർക്ക് അങ്ങനെ നോക്കി നടക്കുമ്പോൾ അവര് ഒരു ബെഡ്റൂമിലെത്തി. ആ ബെഡ്റൂമിൽ ഗ്ലാസ് കൊണ്ടുള്ള ഒരു കവറിംഗ് ഉള്ള കട്ടിലിനകത്ത് ഒരു മനുഷ്യൻ അങ്ങനെ കിടക്കുകയാണ്. ആ മനുഷ്യനാണ് ഈ ഷൂ കുടുംബത്തിന്റെ കാരണവർ. ആ കാരണവരെ കണ്ടാൽ അറിയാം അയാൾ ഏതാണ്ട് അവസാനിക്കാറായെന്ന്. ആ കട്ടിലിനടുത്തെത്തിയ യൂജിൻ കൈയൊന്ന് ഞൊടിച്ചതും ആ ഗ്ലാസ് കവർ പതുക്കങ്ങ് മാറി. ആ ഗ്ലാസ് കവർ വഴി ഓക്സിജൻ സപ്ലൈ ഉണ്ടെന്ന് വ്യക്തമാണ്. ആ ഗ്ലാസ് കവർ ശരിക്കും ഒരു ഓക്സിജൻ സപ്ലൈ ഉള്ള കവർ കൂടിയാണ്. അത് ആ കവർ മാറ്റപ്പോൾ തന്നെ കാണാം. കട്ടിലിൽ അച്ഛൻ്റെ അടുത്തിരുന്ന യൂജിൻ അച്ഛൻ്റെ തല കൈകൊണ്ട് പൊക്കിയിട്ട് ആ ഗുളിക അച്ഛൻ്റെ വായിലേക്ക് വെച്ചു. യൂജിൻ ആ ഗുളിക വായിൽ വെച്ച നിമിഷത്തിൽ തന്നെ ആ ഗുളിക പതുക്കെ അലിഞ്ഞുറങ്ങിയിരുന്നു. ആ ഗുളിക തൊണ്ടയിലൂടെ വയറിനകത്തേക്ക് പോകുമ്പോൾ അത് അലിയുന്ന വേഗതയും കൂടുകയാണ്. മാർക്ക് ഫെല്ലറും യാസ്മിയും യൂജിനും ആ ഹാളിനകത്തുള്ള ആ ബെഡ്റൂമിലുള്ള മറ്റാളുകളൊക്കെ ആ പ്രായമുള്ള മനുഷ്യത്തിനെ സൂക്ഷിച്ചു നോക്കിയാണ്. യൂജിൻ അവൻ്റെ അച്ഛനെ വീണ്ടും ആ കിടക്കയിലേക്ക് അങ്ങ് കിടത്തി. സമയം അതിവേഗം ഓടിപ്പോവുകയാണ്. 1 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ്. ഏകദേശം ഒരു 3 മിനിറ്റ് കഴിഞ്ഞതും പെട്ടെന്ന് ആ മനുഷ്യൻ ഒന്ന് വിറച്ചു. എത്രയോ നാളുകൾക്ക് ശേഷം ആ മനുഷ്യന്റെ ബോഡി ഒന്ന് അനങ്ങുന്നതാണ്. ആ ചെറിയ വിറയൽ അടുത്ത മിനിറ്റിൽ അതിശക്തമായ വിറയലായി മാറി. ആ വിറയൽ ഒന്ന് കൂടിക്കൂടി വരികയാണ്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതും പെട്ടെന്ന് ആ മനുഷ്യൻ വാ തുറന്ന് പുറത്തേക്ക് അങ്ങ് ഛർദ്ദിച്ചു. കറുത്ത നിറത്തിൽ ശരിക്കും രൂക്ഷഗന്ധമുള്ള എന്തോ സംഭവം പുറത്തേക്ക് അയാളെ ഛർദ്ദിക്കുകയാണ്. അതിശക്തമായ ഒരു വിഷം അയാളുടെ വായിന്ന് പുറത്തേക്ക് ചാടിയതാണ്. ആ വിഷം തറയിൽ വീണതും മാർക്ക് ഫെല്ലർ കൈയൊന്നുയർത്തി. ആ നിമിഷത്തിൽ മാർക്കിന്റെ കയ്യിൽ ആ പർഫിൾ ഫ്ലെയിം എത്തി. ആ പർഫിൾ ഫ്ലെയിം മാർക്ക് പെട്ടെന്ന് ആ തറയിൽ വീണ ആ വിഷത്തിലേക്ക് കാണിച്ചു. ആ നിമിഷത്തിൽ അത് അവിടെ നിന്ന് എരിഞ്ഞില്ലാതായി. മാർക്ക് ആളുകളോട് പറഞ്ഞു, ശരിക്കും കൊടിയ വിഷമാണത്, അത് ആരെ സ്പർശിച്ചാലും പ്രശ്നമാണ്. മാർക്ക് അങ്ങനെ പറയുമ്പോൾ എല്ലാവരുടെ ശ്രദ്ധ ആ വൃദ്ധനായ മനുഷ്യനിലേക്കാണ്. അയാൾ കണ്ണു തുറക്കുന്ന കാഴ്ചയാണ് അവരെ ആ ബോഡിയിലേക്ക് നോക്കാൻ പ്രേരിപ്പിച്ചത്. 4 കൊല്ലങ്ങൾക്ക് ശേഷം ഇതാ യൂജിന്റെ പിതാവ് കണ്ണു തുറക്കുകയാണ്. കണ്ണു തുറക്കുമ്പോൾ അയാൾ കാണുന്നത് അയാളെ തന്നെ നോക്കിയിരിക്കുന്ന യൂജിനെയാണ്. യൂജിനെ കണ്ടത് ആ മനുഷ്യൻ ചോദിക്കുകയാണ്, ഏയ് യൂജിൻ, എന്തു പറ്റി? ആ കാഴ്ച കണ്ടുകൊണ്ട് യാസ്മി ഓടി ആ കട്ടിലിനടുത്തെത്തി. അച്ഛാ, അവളെ കണ്ടതും ആ വൃദ്ധന് പിന്നെയും സന്തോഷം. യാസ്മി, നീയും ഉണ്ടായിരുന്നു? എല്ലാവരും കൂടി ഇവിടെ? അച്ഛാ, കഴിഞ്ഞ 4 കൊല്ലമായി അച്ഛൻ കോമയിലായിരുന്നു. അച്ഛൻ ശരിക്കും നിശ്ചലാവസ്ഥയിൽ ഈ ബെഡിൽ കിടക്കുകയായിരുന്നു. അച്ഛനെ ചികിത്സിച്ച് ഭേദമാക്കിയത് ഈ മാർക്ക് ഫെല്ലറാണ്. യാസ്മിയെ പെട്ടെന്ന് തന്നെ മാർക്ക് ഫെല്ലറെ ആ വൃദ്ധന് പരിചയപ്പെടുത്തി. ആ വൃദ്ധൻ മാർക്കിനെ നോക്കുമ്പോൾ മാർക്ക് അദ്ദേഹത്തെ നോക്കി ഒന്ന് വണങ്ങിയിട്ട് സാവധാനം ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയ മാർക്ക് ആ മുറിയിലൂടെ നടന്ന് ഹാളിലേക്കും അവിടെ നിന്ന് നടന്ന് മാർക്കിന്റെ വസതിയിലേക്കും വന്നു. മാർക്ക് അവിടെ എത്തുമ്പോൾ സാക്ഷാൽ മീശ അവിടെയുണ്ട്. മീശ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, സക്സസ്? വിജയിച്ചു. നീ എന്താ പിന്നെ പോകുന്നത്? ഹേയ് മീശ, എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് ആ മനുഷ്യൻ കണ്ണു തുറക്കുന്നത്. ഈ നിമിഷത്തിൽ അയാൾക്ക് കാണാനും സംസാരിക്കാനും താല്പര്യമുണ്ടാകുക അയാളുടെ വേണ്ടപ്പെട്ട ആളുകളല്ലേ, അവർ സംസാരിക്കട്ടെ, അതിനിടയിൽ ഞാൻ വേണ്ട. മാർക്ക് അങ്ങനെ പറഞ്ഞപ്പോൾ മീശ മാർക്കിന്റെ ഷോൾഡറിലൊന്നും തട്ടി. മാർക്ക്, കൊള്ളാം. അങ്ങനെ പറഞ്ഞിട്ട് മീശ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, എങ്ങനെയുണ്ട് ബാക്കി കാര്യങ്ങൾ? അവര് ആ മാർഷൽ സൈന്റ് പവർ തരാന്ന് സമ്മതിച്ചു. മീശ, അതൊക്കെ പിന്നുള്ള കാര്യമല്ലേ. നമ്മൾ ചെയ്യാനെന്ന് പറഞ്ഞ കാര്യം ചെയ്തു, ബാക്കി അവരാ ചെയ്യേണ്ടത്. മാർക്ക് ഫെല്ലറും മീശയും കൂടി അങ്ങനെ സംസാരിച്ച് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞാണ്. ആ സമയത്ത് ആ മുറിയിലേക്ക് 2 ആളുകൾ കടന്നു വന്നു. അതിൽ ഒരാൾ മാർക്കിനോട് പറഞ്ഞു, ഏയ്
നീ ഞങ്ങളുടെ ആളുകളെ കൊലപ്പെടുത്തിയല്ലേ? നിങ്ങളുടെ ആളുകളെ കൊലപ്പെടുത്തിയെന്നു നിങ്ങൾ എന്തായി ചോദിക്കുന്നത്? ഏയ്, നീ പർപ്പിൾ ഫ്ലെയിമിൽ നിന്ന് വന്ന ആളുകളെ കൊലപ്പെടുത്തിയില്ലേ? പർപ്പിൾ ഫ്ലെയിമിൽ നിന്ന് വന്ന ആളെന്ന് കേട്ടപ്പോൾ മാർക്കിന് പെട്ടെന്ന് കഥ മനസ്സിലായി. ഹോച്ചിമിനെ കാണാനായി മാർക്ക് ചെന്നപ്പോൾ ഹോച്ചിമിനെ വളഞ്ഞ് ഒരു 6 അംഗ ടീമുണ്ടായിരുന്നു. ആ ടീംകാർ മാർക്കിനോട് സംസാരിക്കുന്ന സമയത്ത് അവര് ഒരു സംഭവമാണെന്നും അവർ പർപ്പിൾ ഫ്ലെയിം സെക്ഷനിൽ നിന്ന് വരുന്നതാണെന്നൊക്കെ മാർക്കിനോട് പറഞ്ഞിരുന്നു. മാർക്ക് ആ കാര്യം ഓർമ്മ വന്നതും ആ ആഗതരോട് ചോദിച്ചു, ഓക്കെ, അതിനിപ്പോൾ എന്താ വേണ്ടതെന്നോ? ഞങ്ങളുടെ ആളുകളെ കൊലപ്പെടുത്തിയിട്ട് ആ ചോദ്യം ചോദിക്കാൻ നിനക്ക് എങ്ങനെയാ ധൈര്യം ഉണ്ടായത്? അങ്ങനെ പറഞ്ഞ ആ ഇരുവരും പെട്ടെന്നാണ് അവരുടെ ഇന്റേണൽ എനർജി ഒന്ന് റിലീസ് ചെയ്തത്. ശക്തമായ ഇന്റേണൽ എനർജി റിലീസ് ചെയ്യപ്പെട്ടതും മാർക്ക് ഫെല്ലർ ആ ആളുകളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. രണ്ടുപേരും മിഡിൽ ലെവൽ മാർക്വിസ്റ്റുകളാണ്. മാർക്ക് ഫെല്ലർ ഇന്റേണൽ എനർജി പുറത്ത് കാണാത്ത ശരീരം റെസ്ട്രിക്ട് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാർക്ക് ഏത് ലെവലിലാണ് എന്ന് മനസ്സിലാക്കാൻ ആ വന്ന ആഗതർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാണ്. മാർക്ക് ഫെല്ലർ ആ ആഗതരോട് പറഞ്ഞു, ഏയ്, നിങ്ങൾക്കും നേരത്തെ വന്ന അതേ ആളുകളുടെ ഗതി വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ സ്ഥലം വിടാൻ നോക്ക്. മാർക്ക് ഫെല്ലർക്ക് തൽക്കാലം ഒരു ഫൈറ്റിന് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് മാർക്ക് അങ്ങനെ പറഞ്ഞത്. പക്ഷേ മാർക്ക് അങ്ങനെ പറഞ്ഞപ്പോൾ ആ പർപ്പിൾ ഫ്ലെയിം സെക്ഷനിലെ ഇരുവരും മുഖത്തോട് ഒന്ന് നോക്കിയിട്ട് അതിവേഗം മാർക്ക് തിരെ കുതിച്ചു. അവരുടെ ശക്തിയെക്കുറിച്ച് മാർക്ക് ഫെല്ലർക്ക് ഒരു ധാരണയുമില്ല എന്ന് അവർക്ക് മനസ്സിലായത് കൊണ്ടാണ് അവർ മുന്നോട്ട് കുതിച്ചത്. മുന്നോട്ട് കുതിച്ച അവന്മാരുടെ ആ വിലയിരുത്തൽ തെറ്റിപ്പോയെന്ന് അടുത്ത നിമിഷത്തിൽ അതിൽ വലതു ഭാഗത്തുള്ള ആളിന് മനസ്സിലായി. കാരണം മാർക്ക് ഫെല്ലറുടെ കൈ അയാളുടെ കഴുത്തിൽ എത്തിയതാണ്. ശരിക്കും ഒരു വാള് വീശും പോലെ മാർക്ക് ആ കൈ ഒന്ന് വീശി നോക്കിയതാണ്. മാർക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഫിസിക്കൽ ബോഡി ഉപയോഗിച്ച് ഒന്ന് ഫൈറ്റ് ചെയ്ത് നോക്കുകയാണ്. ഫിസിക്കൽ ബോഡിയുടെ കരുത്ത് എപ്പോഴും കൂടെ ഉണ്ടാവും. സ്പിരിച്വൽ എനർജി ആണെങ്കിൽ എപ്പോഴും ശരീരത്തിൽ നിന്ന് കുറയും, പിന്നീട് വീണ്ടും റീകൂപ്പ് ചെയ്തെടുക്കണം. മാർക്ക് ഫെല്ലർ തന്റെ അടുത്തേക്ക് വന്ന വ്യക്തിയുടെ കഴുത്തിൽ ആഞ്ഞൊന്ന് വെട്ടിയതും ആ കഴുത്ത് ശരിക്കും ഒന്ന് ചരിഞ്ഞു. അയാൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അയാൾ മുന്നോട്ട് കുതിച്ച് അതിശക്തമായി മാർക്കിനൊന്ന് പഞ്ച് ചെയ്യായിരുന്നു. മാർക്കിനെ അയാളുടെ ശക്തി ഒന്ന് കാണിക്കാൻ വേണ്ടി അയാൾ പഞ്ച് ചെയ്യുമ്പോൾ ഒന്ന് ഉയർന്ന മാർക്ക് കൈ ഉയർത്തി ഒന്ന് വിലങ്ങനെ വെട്ടിയതാണ്. ഈ കാഴ്ച ഇടതു ഭാഗത്തൂടി മാർക്കിനെ ആക്രമിക്കുന്ന വ്യക്തി കണ്ടു. ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് കുറച്ച് പുറകിലായി മീശ നിൽക്കുകയാണ്. മീശ കൈകെട്ടി അങ്ങനെ നിൽക്കുകയാണ്. ഈ സ്റ്റണ്ട് എത്ര നേരം എടുക്കും എന്ന് അറിയാൻ വേണ്ടി കൗതുകത്തോട് നിൽക്കുന്ന ഒരു ഭാവം അതാണ് മീശയ്ക്കുള്ളത്. ഇടതു ഭാഗത്തൂടി മാർക്കിനെ ആക്രമിക്കുന്ന ആള് വലതു ഭാഗത്ത് വ്യക്തിയുടെ കഴുത്ത് ഒന്ന് ഒടിഞ്ഞത് കണ്ടു. ആ കാഴ്ച കണ്ടതും അയാൾ അറിയാതെ അങ്ങ് നിന്നു പോവുകയാണ്. കഴുത്തൊടിഞ്ഞ വ്യക്തിയുടെ വയറ്റിലേക്ക് പെട്ടെന്ന് മാർക്കിന്റെ വലത് കൈ ഒന്ന് കയറി. ആ വലത് കൈ അകത്തേക്ക് കയറി തിരിച്ചു വരുമ്പോൾ മാർക്കിന്റെ കയ്യിൽ ആ ഗോൾഡൻ കോർ ഉണ്ട്. ആ മിഡിൽ ലെവൽ മാർക്വിസിന്റെ ഡാൻറ്റയിൽ നിന്ന് മാർക്ക് ആ ഗോൾഡൻ കോർ വലിച്ചെടുത്തതാണ്. മാർക്കിന്റെ വലത് കൈയിലിരിക്കുന്ന ആ ഗോൾഡൻ കോറിലേക്കും താഴേക്ക് വീഴുന്ന സുഹൃത്തിന്റെ ഡെഡ് ബോഡിയിലേക്കും ആ രണ്ടാമൻ ഒന്ന് നോക്കുമ്പോഴേക്കും മാർക്കിന്റെ ഇടത് കൈ ആ രണ്ടാമന്റെ പുറത്ത് പതിച്ചിരുന്നു. ശരിക്കും ഇടത് കൈ കൊണ്ട് മാർക്ക് അവന്റെ അബ്ഡോമൻ നോക്കി ഒരു ഒറ്റ ഇടി. ആ ഇടി അവന്റെ വയറ്റിൽ കൊണ്ടുവന്ന് അവനൊന്ന് പൊങ്ങി മാർക്കിന്റെ ആ വസതിയുടെ മുകളിലിടിച്ച് നേരെ താഴേക്ക് വീണു. താഴേക്ക് അവൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ മാർക്കിന്റെ ഇടത് കൈ വീണ്ടും ഒന്ന് കയറുകയാണ്. ശരിക്കും അയാൾ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ അയാളുടെ വയറ്റിനകത്തൂടി മാർക്കിന്റെ ആ കൈ കയറി ആ ഗോൾഡൻ കോറ് ഒറ്റ വലിയിൽ തിരിച്ചെടുത്തു. ആ ഗോൾഡൻ കോറ് ശരീരത്തിൽ നഷ്ടമായതും കൂടെ പോകുന്നത് ജീവനാണ്. ജീവനില്ലാത്ത ബോഡി നേരെ താഴെ വന്ന് വീണു. ഇതൊക്കെ വൻ വേഗത്തിലാണ് സംഭവിച്ചത്. മാർക്കിന് ഒരാളുടെ ഗോൾഡൻ കോർ എടുക്കാൻ ആ ഭാഗത്തേക്ക് മാത്രം കേന്ദ്രീകരിച്ച് ഇടിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇപ്പോൾ ഉണ്ട്. എതിരാളിയെ അമ്പരപ്പിക്കുന്ന ശൈലിയിൽ ഒറ്റ ഇടിക്ക് ആ ഗോൾഡൻ കോർ എടുക്കാൻ പറ്റും. അതാണ് മാർക്ക് ശീലിച്ചിരിക്കുന്ന കാര്യം. അതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ മാർക്കിന് ഒരു അവസരം കിട്ടിയതാണ്. അതുമാത്രമല്ല, മാർക്കിന് ഇപ്പോൾ വേണ്ടത് ഗോൾഡൻ കോറുകളാണ്. ലേറ്റ് ലെവൽ മാർക്വിസ് ആയിരിക്കുന്ന മാർക്ക് പീക്ക് ലെവലിലേക്ക് ബ്രേക്ക് ചെയ്യാതെ പിടിച്ചു നിൽക്കുകയാണ്. പീക്ക് ലെവലിലേക്ക് ബ്രേക്ക് ചെയ്യാതെ മാർഷൽ സെയിന്റിലേക്ക് ബ്രേക്ക് ചെയ്യണം. അതാണ് മാർക്കിന്റെ ടാർഗറ്റ്. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെങ്കിൽ മാർക്കിന് ഇഷ്ടം പോലെ എനർജി വേണം. ആ എനർജി എളുപ്പം ലഭിക്കാൻ മാർക്കിനെ സഹായിക്കുന്നത് ഗോൾഡൻ കോറുകളാണ്.
മാർക്സിസ്റ്റുകളുടെ ഗോൾഡൻ കോറുകൾ. ഏർലി ലെവലോ മിഡിൽ ലെവലോ ലേറ്റ് ലെവലോ ആയ മാർക്സിസ്റ്റുകളുടെ ഗോൾഡൻ കോർ ഉണ്ടെങ്കിൽ മാർക്കിന് ആ ലെവലിൽ നിന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് എളുപ്പം കടക്കാൻ പറ്റും. ഒരു 100 ഗോൾഡൻ കോറെങ്കിലും വേണം. അത് മാത്രമാണ് ആകെ പ്രശ്നം. കിട്ടുന്നതാവട്ടെ എന്ന് കരുതി മാർക്ക് ആ 2 ഗോൾഡൻ കോറും മാർക്കിന്റെ ആ മാന്ത്രിക നിലവറിലേക്ക് മാറ്റി. ഇപ്പോൾ മാർക്കിന്റെ മാന്ത്രിക നിലവറ എന്ന് പറയുന്നത് ഒരു മോതിരമാണ്. ആ മോതിരത്തിലേക്കാണ് മാർക്ക് അത് മാറ്റുന്നത്. ഈ കാഴ്ച വളരെ കൗതുകപൂർവ്വം കണ്ടു നിൽക്കുന്ന മീശ മാർക്കിനോട് ചോദിച്ചു, മാർക്ക് ഈ ബോഡിയും മാറ്റാം അല്ലേ? അതെ അതെ, ആ ബോഡി മാറ്റണം. മീശ ആ ബോഡി മാറ്റി ഏതാനും സെക്കൻഡ് കഴിഞ്ഞതും ആ മുറിയിലേക്ക് സാക്ഷാൽ യാസ്മി കടന്നു വന്നു. ഏയ് മാർക്ക്, ബാ, അച്ഛൻ വിളിക്കുന്നു. യാസ്മി മാർക്കിനോട് അക്കാര്യം പറഞ്ഞതും മാർക്ക് മീശയോട് യാത്ര പറഞ്ഞ് യാസ്മിക്കൊപ്പം അവളുടെ ആ കൊട്ടാര സദൃശ്യമായ ബംഗ്ലാവിലേക്ക് തിരിച്ചു. മാർക്ക് നേരത്തെ കണ്ട ആ ആളുകൾ കൂടുന്ന ഹാളിൽ നിന്ന് ചെറിയ ഹാളിലേക്കും അതിനുശേഷം ആ മനോഹരമായ ഹാളിലേക്കും അവിടെ നിന്ന് ആ മനുഷ്യൻ ഇരുന്ന സ്ഥലത്തേക്കൊക്കെയാണ് മാർക്ക് വരുന്നത്. അവിടെ പക്ഷേ മാർക്ക് ആ ആളെ കണ്ടില്ല. മാർക്കിനെയും കൊണ്ട് യാസ്മി എത്തിയത് അതിവിശാലമായ ഒരു മുറിയിലേക്കാണ്. മനോഹരമായി ഫർണിഷ് ചെയ്തിരിക്കുന്ന ഒരു ഡൈനിങ് കം കോൺഫറൻസ് റൂം എന്ന് പറയാൻ കഴിയുന്നുള്ള ഒരു റൂമിലേക്ക്. കാരണം ഒരു വശത്തുള്ള ടേബിളിൽ ഭക്ഷണം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. മറുഭാഗത്ത് ഇഷ്ടംപോലെ സീറ്റുകളുണ്ട്. അതിൽ ഒരു സീറ്റിൽ സാക്ഷാൽ ഷൂ കുടുംബത്തിന്റെ കാരണവർ അങ്ങനെ ഇരിക്കുകയാണ്. മാർക്കിനെ കണ്ടതും കാരണവർ ഒന്ന് ചിരിച്ചു. വരണം മാർക്ക് ഫെല്ലർ, താങ്കൾ എൻ്റെ ജീവൻ രക്ഷിച്ച വ്യക്തിയാണ്. ശരിക്കും സന്തോഷത്തോടെ മാർക്ക് ഫെല്ലറോട് ആ മനുഷ്യൻ അങ്ങനെ പറഞ്ഞതും മാർക്ക് ഫെല്ലർ അയാളെ ഒന്ന് വണങ്ങി. ഓൾഡ് മാസ്റ്റർ ഷൂ, താങ്കളെപ്പോലെ ഒരാളുടെ ലൈഫിൽ എൻ്റെ ഒരു കഴിവ് ഉപയോഗിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ശരിക്കും സന്തോഷമുണ്ട്. മാർക്ക് അത് പറഞ്ഞതും യൂജിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞങ്ങൾ ഈ ഭൂമിയിൽ അച്ഛനെ ചികിത്സിക്കാൻ കാണിക്കാത്ത ആശുപത്രികളുമില്ല, ഡോക്ടേഴ്സുമില്ല. എല്ലാ തരത്തിലുള്ള ചികിത്സാ രീതികളും ഞങ്ങൾ ഉപയോഗിച്ചതാണ്. അങ്ങനെയാണ് ഞങ്ങൾ അച്ഛൻ്റെ ശരീരത്തിലെ ആ വിഷത്തെക്കുറിച്ച് അറിയുന്നത്. അത് കേട്ടതും മാർക്ക് യൂജിനോട് പറഞ്ഞു, യൂജിൻ, നിങ്ങളുടെ അച്ഛൻ്റെ ശരീരത്തിൽ ആരോ മനഃപൂർവ്വം ആ വിഷം എത്തിച്ചതാണ്. ആരാണ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ശത്രുക്കൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. മാർക്ക് ഫെല്ലർ അത് പറഞ്ഞതും ഓൾഡ് മാസ്റ്റർ ഷൂ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് പറയുന്നത് ശരിയാണ്. ആരോ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമ്മളെ ചതിച്ചതാണ്. യൂജിനും യാസ്മിയും ഷൂ പറഞ്ഞ കാര്യം അംഗീകരിച്ചു. സംഭാഷണം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഓൾഡ് മാസ്റ്റർ ഷൂ മാർക്കിനോട് ചോദിച്ചു, മാർക്ക് ചെയ്ത കാര്യം സത്യത്തിൽ വിലമതിക്കാനാവാത്ത ഒന്നാണ്. ഷൂ അങ്ങനെ പറഞ്ഞതും യൂജിൻ ബാലൻസ് ആയിട്ട് പറഞ്ഞു, അതെ അതെ, അച്ഛൻ പറഞ്ഞതാണ് ശരി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാർക്ക് ചെയ്ത പ്രവൃത്തിക്കപ്പുറം മറ്റൊരു പ്രവൃത്തിയില്ല. മാർക്ക്, ഞങ്ങൾ എന്താ മാർക്കിന് ചെയ്തു തരേണ്ടത്? മാർക്ക് പ്രതീക്ഷിച്ച ചോദ്യം അപ്പോഴാണ് എത്തിയത്. മാർക്ക് മടിക്കാതെ ചോദിച്ചോളൂ, എന്ത് ചോദിച്ചാലും ഞങ്ങൾ തരും. ഏയ് യൂജിൻ, താങ്കൾ പറയുന്നത് ശരിയാണോ? മാർക്ക് മടിക്കണ്ട, എന്താ വേണ്ടെന്ന് വെച്ചാൽ അത് ചോദിച്ചോളൂ. മിസ്റ്റർ യൂജിൻ, എനിക്ക് വേണ്ടത് നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ആ മാർഷൽ സെയിന്റ് പവറാണ്. മാർക്ക് ഫെല്ലറുടെ ആ ആവശ്യം കേട്ടതും യൂജിനും യാസ്മിയും ഷൂവും ശരിക്കും പെട്ടെന്ന് നിശബ്ദരായി. ഒരു വല്ലാത്ത നിശബ്ദത പെട്ടെന്ന് അവിടെ ഉണ്ടാവുകയാണ്. ഏതാനും സെക്കൻഡുകൾക്ക് ശേഷം ഓൾഡ് മാസ്റ്റർ ഷൂ മാർക്ക് ഫെല്ലറോട് പറഞ്ഞു, മാർക്ക് ഫെല്ലർ, അത് തരാൻ പറ്റില്ല. എൻ്റെ ജീവനേക്കാളേറെ വില ആ മാർഷൽ സെയിന്റ് പവറിനുണ്ട്. മാർക്ക് രക്ഷിച്ചത് എൻ്റെ ജീവനാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവനല്ല പ്രാധാന്യം, ആ പവറാണ്. അതുകൊണ്ട് തന്നെ ആ പവർ തരാൻ പറ്റില്ല. വേറെ എന്തെങ്കിലും ചോദിക്കൂ. ഓൾഡ് മാസ്റ്റർ ഷൂ അത് പറഞ്ഞതും മാർക്ക് ചിരിച്ചുകൊണ്ട് ഓൾഡ് മാസ്റ്റർ ഷൂവിനോട് പറഞ്ഞു, ക്ഷമിക്കണം, എനിക്ക് വേറൊന്നും വേണ്ട. ഏയ് മാർക്ക്, വേറെ ഒന്നും വേണ്ട എന്ന് മാർക്ക് പറഞ്ഞതും യൂജിൻ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, അതെന്താ അങ്ങനെ പറയുന്നത്? മാർക്കിനെ എന്ത് വേണമെങ്കിലും ചോദിക്കാം. സുന്ദരിമാരെ വേണോ? അതും ഞങ്ങൾ അറേഞ്ച് ചെയ്യാം. പണം വേണോ? എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി. ഇനി എന്തെങ്കിലും ആയുധങ്ങൾ വേണോ? അത് ഞങ്ങൾ അറേഞ്ച് ചെയ്യാം. വാഹനങ്ങൾ, സ്വത്ത്, ബിൽഡിംഗ്, കമ്പനി, മാർക്കിന് എന്താ വേണ്ടത് ചോദിച്ചോളൂ. പക്ഷേ യൂജിൻ, ഞാൻ പറഞ്ഞല്ലോ, ഇവയൊന്നും തന്നെ എന്നെ ആകർഷിക്കുന്ന കാര്യങ്ങളേ അല്ല. എനിക്ക് വേണ്ടത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് അത് തരാൻ ബുദ്ധിമുട്ടുണ്ട് എന്നെനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിരിയാം. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ എണീക്കാൻ ശ്രമിച്ചതും ഓൾഡ് മാസ്റ്റർ ഷൂ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഇരിക്കെ.
മാർക്ക് ചോദിച്ച കാര്യം ഞങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് മാർക്കിന് അറിയാവോ? മാർക്കിനോട് ഓൾഡ് മാസ്റ്റർ ഷൂ അത് ചോദിച്ചപ്പോഴാണ് ആ മുറിയിലേക്ക് ഒരു ആള് കടന്നു വന്നത്. ഒരു ഗാർഡാണ് അകത്തേക്ക് വന്നത്. ഓൾഡ് മാസ്റ്റർ, ചില അതിഥികൾ വന്നിരിക്കുന്നു. അതിഥികളോ? അവരോട് വെയിറ്റ് ചെയ്യാൻ പറയാം. ഓൾഡ് മാസ്റ്റർ, അവർ പർപ്പിൾ ഫ്ലെയിമിൽ നിന്ന് വന്നവരാണ്. പർപ്പിൾ ഫ്ലെയിം എന്ന പേര് കേട്ടതും ഓൾഡ് മാസ്റ്റർ ഷൂവും അയാളുടെ മക്കളും നടുങ്ങുന്നത് മാർക്ക് ഫെല്ലർ ശ്രദ്ധിച്ചു. അവരുടെ നടുക്കം ശരിക്കും നഗ്നനേത്രങ്ങൾ കൊണ്ട് വിസിബിളാണ്. ഞെട്ടിത്തിരിച്ച് ആ ഗാർഡ് നോക്കുന്ന ഭാഗത്തേക്ക് ഓൾഡ് മാസ്റ്ററും യൂജിനും യാസ്മിയും നോക്കുമ്പോൾ മാർക്ക് ആ കാഴ്ച കണ്ടു. അവിടെയുള്ള വാതിൽ വഴി 3 ആളുകൾ അകത്തേക്ക് വരികയാണ്. ആ 3 ആളുകളിൽ ഏറ്റവും മുന്നേ വരുന്ന ആള് ചിരിച്ചുകൊണ്ട് ഓൾഡ് മാസ്റ്റർ ഷൂവിനോട് പറഞ്ഞു, ഓൾഡ് മാസ്റ്റർ, താങ്കളുടെ അസുഖം മാറിയതിൽ അഭിനന്ദനം, കൺഗ്രാറ്റുലേഷൻ. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ കൂടുതലൊന്നും പറയാതെ ഓൾഡ് മാസ്റ്റർ ഷൂവിന്റെ എതിരെയുള്ള കസേര വന്നിരുന്നു. മറ്റു 2 പേരും അല്പം മാറി നിൽക്കുകയാണ്. അയാൾ അവിടെ ഇരിക്കുന്ന ആളുകളേക്ക് ഒന്ന് നോക്കിയിട്ട് ഓൾഡ് മാസ്റ്റർ ഷൂവിനോട് പറഞ്ഞു, ഓൾഡ് മാസ്റ്റർ ഷൂ, ഞാൻ നിങ്ങൾക്ക് ഒരു വാണിംഗ് നൽകാൻ വന്നതാണ്. വാണിംഗോ? എന്തിന്? മിസ്റ്റർ ഷൂ, നിങ്ങളുടെ ഈ കോമ്പൗണ്ടിനകത്ത് ഒരു ക്രൈം നടന്നിരിക്കുകയാണ്. നിങ്ങൾ എൻ്റെ ആളുകളെ കൊലപ്പെടുത്തി. അതിന് സമാധാനം പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. നിങ്ങൾ എന്തായി പറയുന്നത്? നിങ്ങളുടെ ആളുകൾ ഞങ്ങളെ കൊലപ്പെടുത്തുന്നു. യൂജിൻ ദേഷ്യപ്പെടാൻ ചോദിച്ചതും ആ മനുഷ്യൻ യൂജിനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞത് ശരിയാണ്. മിസ്റ്റർ യൂജിൻ, തർക്കിക്കാൻ നിൽക്കണ്ട. ഞങ്ങളുടെ ആളുകളെ ഈ കോമ്പൗണ്ടിനകത്ത് വെച്ച് നിങ്ങളോ നിങ്ങൾക്കൊപ്പമുള്ള ആളുകളോ ചേർന്ന് കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതിന് നിങ്ങളൊരു വില കൊടുക്കേണ്ടി വരും. അയാൾ അത്രയും പറഞ്ഞതും മാർക്ക് ഫെല്ലർ അയാളോട് പറഞ്ഞു, അവരല്ല നിങ്ങളുടെ ആളുകളെ കൊന്നത് ഞാനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് എന്നോടാകാം. തികച്ചും അപരിചിതനായ ഒരു മനുഷ്യൻ ആ വിഷയത്തിനിടയ്ക്ക് കയറി അങ്ങനെ പറഞ്ഞപ്പോൾ ആ പർപ്പിൾ ഫ്ലെയിംകാരൻ മാർക്ക് ഫെല്ലർ നേരെ തിരിഞ്ഞു. നീയാണോ എൻ്റെ ആളുകളെ കൊന്നത്? അതെ, ഞാനാണ് നിന്റെ ആളുകളെ കൊന്നത്. നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ആ ചോദ്യം എന്നോടാകാം. നീ പ്രതികാരം ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ പ്രതികാരം ചെയ്യുന്നതും എന്നോട് മതി. അങ്ങനെ മാർക്ക് ഫെല്ലർ തീർത്തു പറഞ്ഞതും ആ മനുഷ്യൻ എണീറ്റു. ഓക്കെ, ഇനി കൂടുതൽ ചർച്ചയില്ല. ഇതേക്ക് 3-ാം ദിവസം ഞങ്ങൾ ഇവിടേക്ക് വരും. അതാ നമുക്കിതിനൊരു തീരുമാനം ഉണ്ടാക്കാം. അങ്ങനെ പറഞ്ഞിട്ട് ആ മനുഷ്യൻ അയാൾക്കൊപ്പമുള്ള 2 ആളുകൾക്കൊപ്പം അവിടുന്ന് പുറത്തേക്ക് നീങ്ങി. ആ 3 സംഘം അവിടുന്ന് പോയി കഴിയുമ്പോൾ യൂജിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് എന്തിനാ ആ കുറ്റം കയറി ഏറ്റത്? യൂജിൻ, അവന്മാരെ കൊന്നത് ഞാനാണ്. മാർക്ക്, അത് തികച്ചും യാദൃശ്യമായി സംഭവിച്ചതാണ്. അവരുടെ ലക്ഷ്യം മാർക്കല്ല, അവരുടെ ലക്ഷ്യം ഞങ്ങളാണ്. ഞങ്ങളെ തേടി വരുന്നതിനിടയിൽ മാർക്കുമായി അവർ കൂട്ടുമുട്ടിയതാണ്. ഷൂ കുടുംബത്തിലെ ആളുകളെ ലക്ഷ്യമിട്ടുകൊണ്ട് പർപ്പിൾ ഫ്ലെയിമിൽ നിന്ന് ആളുകൾ അവിടേക്ക് നുഴഞ്ഞു കയറാറുണ്ട്. അവരെ പലപ്പോഴും വകവരുത്തുന്ന ജോലി യൂജിനാണ്. യൂജിന്റെ ടീമിൽ ശക്തരായ മാർക്സിസ്റ്റുകളുണ്ട്. യൂജിൻ കാര്യങ്ങളൊക്കെ പറഞ്ഞതും മാർക്ക് ഫെല്ലർ യൂജിനോട് ചോദിച്ചു, മിസ്റ്റർ യൂജിൻ, അപ്പോ 3 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഈ പർപ്പിൾ ഫ്ലെയിമിന് നിങ്ങളുടെ ഈ കുടുംബത്തെ അടിയറ വയ്ക്കൂ. മാർക്ക്, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളുടെ കീഴിലുള്ളത് ആകെ 6 മാർക്സിസ്റ്റുകളാണ്. അവന്മാരുടെ കീഴിൽ 20 മാർക്സിസ്റ്റ് ഉണ്ട്. അവർ അതിശക്തരാണ്. അവരെ നേരിടാൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. യൂജിൻ, നിങ്ങളെ കൊണ്ട് പറ്റില്ല, പക്ഷേ നിങ്ങളുടെ ഈ മാർഷൽ സെയിന്റ് പവർ ഉപയോഗിച്ചാൽ പറ്റുമല്ലോ. ഈ മാർക്ക് ഫെല്ലർ, മാർഷൽ സെയിന്റ് പവർ ഞങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്താൽ ആ ആളിൽ 1 മാസത്തേക്ക് ആ പവർ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെയും ഞങ്ങൾ പ്രശസ്തരാവില്ലേ? യൂജിൻ, അവ പിന്നെ മാർഷൽ സെയിന്റ് പവർ കയ്യിൽ വെച്ചിട്ട് എന്താ ഗുണം? മാർക്ക്, ഞങ്ങളും അതാ ആലോചിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തനായ ആളിന് മാർഷൽ സെയിന്റ് പവർ എന്തായാലും ഹാൻഡ് ഓവർ ചെയ്യും. ഞങ്ങൾക്ക് ഒരു കാരണവശാലും ഈ പർപ്പിൾ ഫ്ലെയിമുകാരുടെ ഈ അഹങ്കാരത്തെ അംഗീകരിച്ചെടുക്കാൻ പറ്റില്ല. അങ്ങനെ യൂജിൻ പറഞ്ഞതും മാർക്ക് യൂജിനോടായി പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആ മാർഷൽ സെയിന്റ് പവർ എനിക്കാണ് ഹാൻഡ് ഓവർ ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ രക്ഷിക്കാനുള്ള ചുമതല എനിക്കാണ്. ഞാൻ നിങ്ങളെ രക്ഷിക്കാമെന്ന് വാക്ക് തരികയും ചെയ്യുകയാണ്. അങ്ങനെ മാർക്ക് പറഞ്ഞപ്പോൾ ഓൾഡ് മാസ്റ്റർ ഷൂ മാർക്കിനോട് പറഞ്ഞു, മാർക്കൊരു ലേറ്റ് ലെവൽ മാർക്കിസ്റ്റ് ആണെന്നുള്ള കാര്യം ഞാൻ ഏകദേശം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അവരുടെ കൂട്ടത്തിൽ അനവധി പീക്ക് ലെവൽ മാർക്കിസ്റ്റുകളുണ്ട്. ആ മാർക്കിസ്റ്റുകൾ നേരിടാനുള്ള കപ്പാസിറ്റി മാർക്കിന് ഉണ്ടാകില്ല. അതുമാത്രമല്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ പീക്ക് ലെവൽ മാർക്കിസ്റ്റ് ഉണ്ട്. ഞങ്ങൾ ശക്തി ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏറ്റവും ശക്തനാകും. കാരണം ഏറ്റവും ശക്തനായ ശക്തി കിട്ടിയതുകൊണ്ടേ കാര്യമുള്ളൂ. ഒരു ഗ്രാൻഡ് മാസ്റ്റർക്ക് ഈ മാർഷൽ സെയിന്റ് പവർ ട്രാൻസ്ഫർ ചെയ്താൽ അയാൾ ആ നിമിഷം കൊല്ലപ്പെടും. മിനിമം മാർക്കിസ്റ്റ് ലെവലിലുള്ള ഒരാൾക്ക്
ആ ശക്തി താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. ഓൾഡ് മാസ്റ്റർ ഷൂ ആ മാർഷൽ സെയിന്റ് പവറിന്റെ രീതികളെക്കുറിച്ച് മാർക്കിനോട് പറഞ്ഞതും മാർക്ക് ഓൾഡ് മാസ്റ്ററോട് പറഞ്ഞു, ഓൾഡ് മാസ്റ്റർ, നിങ്ങളുടെ ഇവിടത്തെ പീക്ക് ലെവൽ മാർക്വിസും ഞാനും തമ്മിൽ ഒന്ന് ഫൈറ്റ് ചെയ്താലോ? ഞാൻ അയാളെ തോൽപ്പിച്ചാൽ അയാളെക്കാൾ ശക്തനാണ് ഞാനെന്നുള്ള കാര്യം ഉറപ്പാക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരില്ലല്ലോ. മാർക്ക് അങ്ങനെ പറഞ്ഞപ്പോൾ യാസ്മിയും യൂജിനും മുഖത്തോട് മുഖം നോക്കി. രണ്ടുപേരുടെ മുഖത്തും ഒരു കൗതുകവും ഒരു പുഞ്ചിരിയുമുണ്ട്. യാസ്മി ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞങ്ങളുടെ ഇവിടുത്തെ പീക്ക് ലെവൽ മാർക്വിസിന്റെ ശക്തിയെക്കുറിച്ച് മാർക്കിന് അറിയില്ലാത്തത് കൊണ്ടാണ് മാർക്ക് ഈ അഭിപ്രായം പറഞ്ഞത്. മാർക്ക്, നീ എൻ്റെ അച്ഛനെ രക്ഷിച്ച ആളാണ്. സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് നിന്നോടൊരു സ്നേഹവുമുണ്ട്. നിന്നെ പരിക്കേൽപ്പിക്കാനോ അപകടപ്പെടുത്താനോ ഞങ്ങൾക്ക് ഒരു താല്പര്യമില്ല. അതുകൊണ്ട് മാർക്ക്, നീ പറഞ്ഞ കാര്യം നമുക്ക് വേണ്ടെന്ന് വയ്ക്കാം. ആൻറ്റി, അങ്ങനെ പറയരുത്. നിങ്ങൾ നിങ്ങളുടെ ആ പീക്ക് ലെവൽ മാർക്വിസിനെ വിളിക്കണം. ഞാനുമായിട്ട് അയാളൊന്ന് ഉരസട്ടെ. അയാൾ എന്നെ തോൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഉന്നയിച്ച ആവശ്യം ഞാൻ പിൻവലിക്കാം. മാർക്കിന്റെ ആത്മവിശ്വാസം കലർന്ന ആ സംഭാഷണം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഓൾഡ് മാസ്റ്റർ ഷൂ. ഓൾഡ് മാസ്റ്റർ അയാളുടെ മകനെ മകളെ ഒന്ന് നോക്കിയിട്ട് യൂജിനോട് പറഞ്ഞു, യൂജിൻ, മാർക്ക് ഫെല്ലർക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. നീ മാർക്കിന് ആ അവസരം ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ ഓൾഡ് മാസ്റ്റർ ഷൂ പറഞ്ഞതും ആ ഷോയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അവരുടെ വീടിനോട് ചേർന്ന് വിശാലമായ ഒരു പ്രാക്ടീസ് ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിലേക്ക് ആ കുടുംബത്തിലെ മാർക്വിസുകളും ഗ്രാൻഡ് മാസ്റ്റേഴ്സും ഒക്കെ എത്തി. ഒരു വലിയ ടീമുണ്ട് അവർക്ക്. ആ കൂട്ടത്തിൽ ലേശം പ്രായമുള്ള ഒരാള് മുന്നോട്ട് കയറി നിൽക്കുകയാണ്. ആ മുന്നോട്ട് കയറി നിൽക്കുന്ന ആളോടായി യൂജിൻ പറഞ്ഞു, മാസ്റ്റർ സാഹോ, ഒരു കാര്യം ശ്രദ്ധിക്കണേ. മാർക്ക് ഫെല്ലർ നമ്മുടെ അതിഥിയാണ്. മാർക്ക് ഫെല്ലർക്ക് പരിക്കൊന്നും ഉണ്ടാവരുത്. യങ് മാസ്റ്റർ, അങ്ങ് അക്കാര്യം ആലോചിച്ച് വിഷമിക്കണ്ട. ഞാൻ അത് ഭംഗിയായി ചെയ്തോളാം. അങ്ങനെ പറഞ്ഞിട്ട് മാസ്റ്റർ സാഹോ മുന്നോട്ട് നടക്കുമ്പോഴേക്കും മാർക്ക് ഫെല്ലറും മുന്നോട്ട് നടന്നു. മാർക്ക് ഫെല്ലറെ അടുത്തെത്തിയ സാഹോ മാർക്കിനോട് പറഞ്ഞു, മിസ്റ്റർ മാർക്ക്, ബി കെയർഫുൾ. അത് കേട്ടതും മാർക്ക് സാഹോയോട് പറഞ്ഞു, ഓക്കെ ഓക്കെ, ഞാൻ ശ്രദ്ധിച്ചോളാം. താങ്കളെ പരിക്കേൽപ്പിക്കാതെ ഞാൻ നോക്കിക്കോളാം. മാർക്ക് ഫെല്ലറുടെ ആ വാചകം ശരിക്കും അവിടെ കൂടിയുന്ന ആളുകളിൽ വല്ലാത്തൊരു അമ്പരപ്പും പൊട്ടിച്ചിരിയും സൃഷ്ടിക്കുകയാണ്. മാസ്റ്റർ സാഹോ ആ കുടുംബത്തിലെ മാത്രമല്ല, മിക്കവാറും ആ ചെറിയ രാജ്യത്തിലെ പല ആളുകൾക്കും അറിയാവുന്ന ശക്തനാണ്. ആ ശക്തനോടാണ് മാർക്ക് പറഞ്ഞത് അയാൾക്ക് പരിക്കേൽക്കാതെ മാർക്ക് നോക്കിക്കൊള്ളാം. സകല ആളുകളും ചിരിച്ചെങ്കിലും മാസ്റ്റർ സാഹോയ്ക്ക് ലേശം ദേഷ്യമാണ് ഉണ്ടായത്. ഒരു ചെറുപ്പക്കാരൻ അയാൾ ശരിക്കും അപമാനിച്ചിരിക്കുകയാണ്. അയാളുടെ ഓറ പൂർണ്ണമായും ഒന്ന് ജ്വലിപ്പിക്കുകയാണ്. ശരിക്കും അയാളൊന്ന് ബോഡി അനക്കിയതും അയാളുടെ ബോഡിയിൽ നിന്ന് ഇന്റൽ എനർജി പുറത്തേക്കങ്ങ് വ്യാപിച്ചു. അതിശക്തമായ ഒരു ഓറ അയാൾക്ക് ചുറ്റും ഉണ്ടായി വരുന്നത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് പോലും നമുക്ക് കാണാം. അത്ര വിസിബിൾ ആയിട്ടുള്ള ഒരു ഊർജ്ജ തരംഗം അയാളുടെ ചുറ്റുമുണ്ട്. അയാൾ മാർക്കിനെ നോക്കി മാർക്കിനോട് പറഞ്ഞു, നിനക്ക് ചെറിയൊരു അഹങ്കാരമുണ്ട്, അതിപ്പോ ഞാൻ തീർത്തു തരാം. അങ്ങനെ പറഞ്ഞിട്ട് സാഹോ മുന്നോട്ടൊന്ന് കുതിച്ചു. സാഹോ മുന്നോട്ട് കുതിച്ചു എന്ന് കണ്ടതും കൈ നിവർത്തിയിട്ടിരിക്കുന്ന മാർക്ക് കൈ രണ്ടും പുറകിലേക്ക് കെട്ടി. ശരിക്കും കൂളായിട്ട് കൈ പുറകിലേക്ക് കെട്ടി ഓടി വരുന്ന മാസ്റ്റർ സാഹോയെ തന്നെ മാർക്ക് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈ കാഴ്ച ഒരു വല്ലാത്ത അമ്പരപ്പ് ആ ആൾക്കൂട്ടത്തിനിടയിൽ ഉണ്ടാക്കുകയാണ്. ഇവരെന്താ ഫൈറ്റ് തുടങ്ങും മുമ്പേ തോൽവി സമ്മതിച്ചു? അങ്ങനെ ആളുകൾ വിചാരിക്കുമ്പോഴേക്കും മാർക്ക് ഫെല്ലറുടെ അടുത്തേക്ക് പാഞ്ഞെത്തിയ മാസ്റ്റർ സാഹോ അതിശക്തമായി മാർക്കിനെ ഒന്ന് പഞ്ച് ചെയ്തു. യൂജിനോട് മാർക്കിനെ വേദനിപ്പിക്കില്ല എന്ന് പറഞ്ഞ അതേ മാസ്റ്റർ സാഹോയാണ് മാർക്ക് ഫെല്ലറുടെ നെഞ്ച് ലക്ഷ്യമാക്കിക്കൊണ്ട് ആഞ്ഞൊന്ന് പഞ്ച് ചെയ്തത്. മാർക്കിന്റെ നെഞ്ചിലേക്ക് മാസ്റ്റർ സാഹോ പഞ്ച് ചെയ്യുമ്പോഴും മാർക്ക് കൈ രണ്ടും പുറകിൽ കെട്ടി അങ്ങനെ നിൽക്കുകയാണ്. അതിശക്തമായ ഇടി മാർക്കിന്റെ നെഞ്ചിൽ പതിച്ച നിമിഷത്തിൽ സാഹോ അനവധി സ്റ്റെപ്പ് പുറകിലോട്ട് തെറിച്ചു. അയാളുടെ കൈ വിറയ്ക്കുന്നുണ്ട്. ഒരു വലിയ ഇരുമ്പിൽ അയാൾ ഇടിച്ച അതേ പ്രതീതിയാണ് അയാൾക്ക് അനുഭവപ്പെടുന്നത്. അയാളുടെ കൈ ശരിക്കും നുറുങ്ങിയതുപോലെ ഒരു ഫീലുമുണ്ട്. വിശ്വസിക്കാനാവാതെ സാഹോ മാർക്ക് ഫെല്ലറിനെ നോക്കുകയാണ്. അതേ അവിശ്വസനീയത ചുറ്റും കൂടി നിൽക്കുന്ന ആളുകൾക്കുമുണ്ട്. മാർക്ക് ഫെല്ലർ പതുക്കെ മുന്നോട്ട് നടന്നു തുടങ്ങി. മാർക്ക് മുന്നോട്ട് നടക്കുമ്പോൾ സാഹോ അറിയാതെ പുറകോട്ട് മാറിപ്പോവുകയാണ്. പീക്ക് ലെവൽ മാർക്വിസായ സാഹോ പുറകോട്ട് മാറുന്ന കണ്ടതും മാർക്ക് ഫെല്ലർ യൂജിനോട് ചോദിച്ചു, യങ് മാസ്റ്റർ യൂജിൻ, ഇനി
ഫൈറ്റ് തുടരണമോ? അത് കേട്ടതും യൂജിൻ പറഞ്ഞു, വേണ്ട വേണ്ട, സ്റ്റോപ്പ് ഇറ്റ്. അവന് സാഹയുടെ പേടി മനസ്സിലാകുന്നുണ്ട്. പീക്ക് ലെവൽ മാർക്യൂസായ സാഹയെ ഭയപ്പെടുത്തത്തക്ക ശൈലിയിൽ മാർക്ക് ഫെല്ലറുടെ ആ ബോഡി ശക്തമാണ്. മാർക്കിന്റെ ബോഡിയിൽ ഇടിച്ചവനെ ആ ബോഡിയുടെ ശക്തി അറിയും. ആ ശക്തി സാഹയുടെ കണ്ണുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ യൂജിന് പറ്റിയതുകൊണ്ടാണ് യൂജിൻ ആ ഫൈറ്റ് അവിടെ അബ്രപ്റ്റായി സ്റ്റോപ്പ് ചെയ്യിച്ചത്. മാർക്ക് ഫെല്ലറുടെ അടുത്തേക്ക് നടന്നു വന്ന യൂജിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഇപ്പോ റൂമിലേക്ക് പൊയ്ക്കോ, ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് മാർക്കിനെ വിവരം അറിയിക്കും. മാർക്ക് ഫെല്ലർ അല്പസമയം കഴിഞ്ഞപ്പോൾ മീശയുടെ അടുത്ത് മടങ്ങിയെത്തി. മീശ മാർക്കിനെ കാത്തിരിക്കുകയാണ്. മാർക്ക് എന്തായി ചോദിച്ച അവർ തന്ന ആ ചോദ്യങ്ങൾക്ക് ഉത്തരമായി നടന്ന കാര്യങ്ങളൊക്കെ മാർക്ക് മീശയോട് പറഞ്ഞു. കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ മീശ മാർക്കിനോട് ചോദിച്ചു, മാർക്ക് അവര് പറഞ്ഞ വാക്ക് പാലിക്കുമല്ലേ? അവരുടെ പീക്ക് ലെവൽ മാർക്കസിനെ മാർക്ക് തോൽപ്പിച്ചാൽ ആ മാർഷൽ സെയിന്റ് പവർ മാർക്കിന് ഹാൻഡ് ഓവർ ചെയ്യാം എന്നല്ലേ അവർ പറഞ്ഞത്? മീശ അങ്ങനെയാണ് അവർ പറഞ്ഞത്, പക്ഷെ ഏത് തരത്തിൽ തീരുമാനവും അവർക്ക് എടുക്കാമല്ലോ. മീശയും മാർക്കും കൂടി അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും യാസ്മി അവിടെ വന്നു. യാസ്മി മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ബാ, ആന്റി എന്തായി തീരുമാനം? മാർക്ക് ബാ, അതിനെക്കുറിച്ച് സംസാരിക്കാനല്ലേ വിളിക്കുന്നത്. മാർക്കിനെയും കൊണ്ട് യാസ്മി വീണ്ടും ഓൾഡ് മാസ്റ്ററുടെ അടുത്തെത്തി. ഓൾഡ് മാസ്റ്ററും യൂജിനും ഇരിക്കുന്ന സ്ഥലത്തേക്ക് യാസ്മി മാർക്കുമായി എത്തിയതും ഓൾഡ് മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ശരിക്കും ഞങ്ങളുടെ ഒരു സ്ട്രെങ്ത് ആണ് ഈ മാർഷൽ സെയിന്റ് പവർ എന്ന് പറയുന്നത്. ആ പവർ ഞങ്ങൾ മാർക്കിന് ഹാൻഡ് ഓവർ ചെയ്താൽ മാർക്ക് എങ്ങനെയാവും ഞങ്ങൾ രക്ഷിക്കുക? ഓൾഡ് മാസ്റ്റർ, ഞാൻ അങ്ങേക്കൊരു വാക്ക് നൽകാം. എൻ്റെ ജീവൻ കളഞ്ഞും ഞാൻ അങ്ങേ രക്ഷിച്ചിരിക്കും. ആ ഉത്തരം മാർക്ക് പറഞ്ഞതും യൂജിനും യാസ്മിയും ഷൂവും ഒന്നിച്ച് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഞങ്ങൾ ഇനി ഒന്നും ചോദിക്കുന്നില്ല. ഞങ്ങളുടെ അവസാന ആശ്രയമാണ് ഞങ്ങൾ മാർക്കിന് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ആ കുടുംബത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ആ മാർഷൽ സെയിന്റ് പവറാണ്. അതിതാ തികച്ചും അപരിചിതനായ ഒരു വ്യക്തിയിലേക്ക് അവര് ട്രാൻസ്ഫർ ചെയ്യാൻ പോവുകയാണ്. മാർക്ക് ഫെല്ലർ നിശബ്ദനായി അങ്ങനെ നിൽക്കുമ്പോൾ യാസ്മി മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഫോളോ മീ. മാർക്കും യാസ്മിയും കൂടി ആ ഹാളിൽ നിന്ന് പുറത്തേക്ക് നടന്നു. അവിടെ നിന്ന് അനവധി കോറിഡോറിലൂടെ അവരെത്തിയത് ഒരു നിലവറ വാതിലിന്റെ അടുത്തേക്കാണ്. ആ നിലവറ വാതിൽ വഴി മാർക്കും യാസ്മിയും താഴോട്ടിറങ്ങി. ആ നിലവറയിലേക്ക് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഇരുഭാഗത്തും ലൈറ്റുകൾ കത്തുന്നുണ്ട്. അവർ താഴോട്ട് ഇറങ്ങുന്ന അനുസരിച്ചാണ് ലൈറ്റുകൾ കത്തുന്നത്. അവർ ഓരോ പടി വെക്കുമ്പോഴും അവിടെ ലൈറ്റ് കത്തുകയാണ്. ഒരു പ്രത്യേക തരത്തിലുള്ള അറേഞ്ച്മെന്റ്. മാർക്കും യാസ്മിയും കൂടി ആ നിലവറയ്ക്കകത്തെത്തി. ചതുരാകൃതിയിലുള്ള ഒരു വലിയ ഹാള്. ആ ഹാളിന്റെ ഒത്ത നടുക്ക് ഗ്ലാസ് കൊണ്ടുള്ള ഒരു വലിയ സ്തൂപം പോലൊരു സംഭവം കാണാനുണ്ട്. ശരിക്കും ഒരു വലിയ ജാർ എന്ന് പറയാം. ആ ജാറിന് മുന്നിൽ എത്തിയിരിക്കുന്നു. മാർക്ക് ആ ജാറിനകത്തേക്ക് നോക്കി. സുതാര്യമായ ഗ്ലാസ് ആയതുകൊണ്ട് ആ ജാറിനകത്ത് ഒന്നുമില്ല എന്ന് കാണാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. മാർക്ക് ആ ജാറിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവിടെ മുൻഭാഗം എന്ന് തോന്നുന്ന സ്ഥലത്തേക്ക് യാസ്മി എത്തി. ആ ജാർ ഇരിക്കുന്ന പ്ലാറ്റ്ഫോമിന് 4 വശങ്ങളുണ്ട്. ആ 4 വശങ്ങളിൽ ഫ്രണ്ട് എന്ന് തോന്നുന്ന സ്ഥലത്താണ് അവരെത്തിയത്. പക്ഷെ 4 വശവും കണ്ടാൽ ഫ്രണ്ടാണെന്നേ തോന്നുന്നു. പക്ഷെ അവർക്ക് എന്തോ അത് തിരിച്ചറിയാം. അവിടെ എത്തി യാസ്മി അവരുടെ വലത് കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് ഇടത് കൈ ഒന്ന് ഉയർത്തി. അതിനുശേഷം അവർ ആ ഇടത് കൈയിൽ ഒന്ന് കടിച്ചു. ഇടത് കൈയിലെ ചൂണ്ടുവിരൽ ഒന്ന് കടിച്ച യാസ്മിയുടെ ആ ചൂണ്ടുവിരൽ ഒന്ന് മുറിഞ്ഞു. ആ ചൂണ്ടുവിരൽ മുറിഞ്ഞതും അതിൽ നിന്ന് രക്തം അവിടെ വലത് കൈയിലേക്ക് ഇറ്റ് വീഴുകയാണ്. ആ വലത് കൈയിലേക്ക് 4-5 തുള്ളി രക്തം വീണതും അവർ ആ കൈ അവരുടെ വായ്ക്ക് നേരെ കൊണ്ടുവന്നു. അതിനുശേഷം അവർ ആ രക്തത്തിലേക്ക് ഒന്ന് ഊതി. ആ രക്തം അവരുടെ കയ്യിൽ നിന്ന് നേരെ ആ ഗ്ലാസ് ജാറിന് നേരെ പറക്കുകയാണ്. ആ ജാറിന് നേരെ ആ രക്തം അങ്ങനെ പറന്നു വന്നതും ജാറിനും യാസ്മിക്കും മധ്യത്തിലായി തികച്ചും അമ്പരപ്പിക്കുന്ന വേഗതയിൽ ഒരു ഗ്ലാസ് പാത്രം പ്രത്യക്ഷപ്പെടുകയാണ്. ഒരു വലിയ ഗ്ലാസ് പാത്രം. ആ ഗ്ലാസ് പാത്രത്തിൽ എന്തൊക്കെയോ പൊടികളൊക്കെ ഉണ്ട്. ആ ഗ്ലാസ് പാത്രം എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു എന്നൊന്നും മാർക്കിന് അറിയത്തില്ല. ഇപ്പോ യാസ്മിക്കും ജാറിനുമിടയിൽ ആ ഗ്ലാസ് പാത്രം ഉണ്ട്. കണ്ണാടി കൊണ്ടുള്ള ആ പാത്രത്തിൽ പൊടി ഒരുപാടുണ്ട്. ആ പൊടിയിലേക്ക് അവളുടെ ആ ഇടത് കൈയിലെ രക്തം ഒന്നുകൂടി വീഴ്ത്തി. ആ രക്തം ആ പൊടിയിലേക്ക് വീണതും ആ പൊടി പതുക്കെ ചലിച്ചു തുടങ്ങിയാണ്. ശരിക്കും ആ പൊടി ആ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ ഉയർന്നു. ഒരു മജിഷ്യന്റെ മാജിക് പോലെ ആ പൊടി ഇങ്ങനെ ഉയർന്നിട്ട് ആ പൊടി പതുക്കെ ചലിച്ചു തുടങ്ങിയാണ്. ആ പൊടി ആ ഗ്ലാസ് ജാറിന്റെ ഇടത് ഭാഗത്തേക്കാണ് ചലിച്ചത്. ആ ഇടത് ഭാഗത്തേക്ക് ചലിച്ച ആ പൊടി പതുക്കെ മൂവ് ചെയ്ത്
ആ ജാറിനെ കറങ്ങി വലത് ഭാഗത്തൂടി വീണ്ടും ആ ഗ്ലാസ് പാത്രത്തിലെത്തി. മാർക്ക് നോക്കി നിൽക്കുമ്പോൾ ആ യാത്ര പിന്നെയും തുടരുകയാണ്. ആ ഗ്ലാസ് പാത്രത്തിൽ ഉണ്ടായിരുന്ന എൻ്റെ പൊടിയും പതുക്കെ ചലിച്ചു തുടങ്ങി. ആ ഗ്ലാസ് ജാറിന് ചുറ്റുമായി പതുക്കെ പതുക്കെ ആ പൊടിയുടെ വലയങ്ങനെ ഉണ്ടായി. മാർക്ക് ഫെല്ലർ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അതിവേഗതയിൽ ആ ഗ്ലാസ് ജാർ പൂർണ്ണമായും ആ പൊടിക്കകത്ത് അങ്ങ് മുങ്ങിയെന്ന് പറയാം. ആ പൊടി ആ ഗ്ലാസ് ജാറിനെ പൂർണ്ണമായും വിഴുങ്ങുമ്പോൾ മാർക്കിന് ആ ഗ്ലാസ് ജാറിനകത്ത് ഒന്നും കാണാൻ പറ്റാത്ത സാഹചര്യമാണ്. നേരത്തെ ഗ്ലാസ് ജാറിൽ കൂടി മാർക്കിന് പുറം കാണാമായിരുന്നു. ഇപ്പൊ മാർക്കിന് മുന്നിലുള്ള ആ ഗ്ലാസ് ജാർ പൂർണ്ണമായി ആ പൊടിയിൽ മൂടപ്പെട്ടിരിക്കുകയാണ്. യാസ്മിൻ ഈ സമയത്ത് കണ്ണുകൾ അടച്ച് അവൾ എന്തോ മന്ത്രം ചൊല്ലി തുടങ്ങി. ഗ്ലാസ് ജാറിനെ കവർ ചെയ്തിരിക്കുന്ന ആ പൊടി പടലം ആ മന്ത്രം ജപിക്കുന്നതനുസരിച്ച് പതുക്കെ പതുക്കെ തിളങ്ങി തുടങ്ങിയാണ്. ഒരു ചെറിയ പ്രകാശം ആ പൊടിയിൽ നിന്ന് പുറത്തേക്ക് വന്നു തുടങ്ങി. ആ പ്രകാശം അങ്ങനെ പതുക്കെ 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 വരുമ്പോഴാണ് ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000-കണക്കിന് ചെറിയ LED ലൈറ്റുകൾ പോലെയുള്ള ഏതോ സംഭവമാണ് ആ പൊടിയെന്ന് മാർക്കിന് മനസ്സിലാവുന്നത് തന്നെ. എല്ലാ പൊടിക്കും പ്രകാശം പുറത്തേക്ക് വമിപ്പിക്കാനുള്ള പ്രത്യേക കഴിവുണ്ട്. അത് പ്രകാശ സോഴ്സ് തന്നെയാണ്. ടൺ കണക്കിന് പ്രകാശ സോഴ്സുകൾ ആ ജാറിന് ചുറ്റുമായി ഉണ്ടായിരിക്കുകയാണ്. മാർക്ക് ഫെല്ലർ ഒരു മാജിക് കാണും പോലെ ഈ കാഴ്ചകൾ അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ആ ജാറിന് ചുറ്റുമായി കണ്ണഞ്ചിക്കുന്ന പ്രകാശം ഉണ്ടായിക്കഴിഞ്ഞു. ആ പ്രകാശത്തിൽ ആ ജാർ അങ്ങനെ കുളിച്ചു നിൽക്കുകയാണ്. മാർക്ക് വല്ലാത്ത കൗതുകത്തോടെ ആ ജാറിലേക്ക് അങ്ങനെ നോക്കുമ്പോൾ ആ ജാറിനുള്ളിൽ ഒരു അനക്കം. ആ ജാറിനടിയിൽ നിന്ന് ശരിക്കും നല്ല ശക്തിയായ പ്രകാശം ആ ജാറിന്റെ മുകളിലേക്ക് കുതിച്ചു പോകുന്നതാണ് മാർക്ക് കണ്ടത്. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു ഭംഗി ആ കുതിച്ചു പായുന്ന പ്രകാശത്തിനുണ്ട്. ആ പ്രകാശം താഴ്ന്ന് മുകളിൽ പോയി ജാറിന്റെ മുകളിൽ തട്ടി തിരിച്ച് താഴേക്ക് വരികയാണ്. അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് ജാറിന് ചുറ്റുമായി ടൺ കണക്കിന് പ്രകാശ സോഴ്സുകൾ അങ്ങനെ കത്തി നിൽക്കുകയാണ്. മാർക്ക് വളരെ വളരെ കൗതുകത്തോടെ ആ ജാറിലേക്ക് അങ്ങനെ നോക്കുമ്പോൾ ആ ജാറിനകത്ത് സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ പതുക്കെ പതുക്കെ തെളിഞ്ഞു തുടങ്ങി. മാർക്കിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശരിക്കും കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ ആ ജാറിനകത്ത് അതിശക്തനായ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ പ്രത്യക്ഷപ്പെട്ടു. അയാളുടെ കാൽപാദം മുതൽ തലവരെ ആ ജാറിനകത്താണ്. ആ ജാറിനകത്ത് പ്രത്യക്ഷപ്പെട്ട സുമുഖനായ ചെറുപ്പക്കാരൻ പൂർണ്ണ രൂപത്തിൽ ദൃശ്യമായതും കണ്ണു തുറന്ന് യാസ്മി ആ രൂപത്തെ ഒന്ന് വണങ്ങി. ആ രൂപത്തെ വണങ്ങിയതും ആ രൂപം യാസ്മിയോട് ചോദിച്ചു, എന്താ ഷൂ കുടുംബം ഈ സ്റ്റേജിലേക്ക് എത്തിയോ? യാസ്മി വണങ്ങിക്കൊണ്ട് ആ രൂപത്തോട് പറഞ്ഞു, ഞങ്ങൾക്ക് വേറെ മാർഗമില്ല. അങ്ങനെ പറഞ്ഞിട്ട് യാസ്മി തിരിഞ്ഞ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് വാ. കേൾക്കേണ്ട താമസം മാർക്ക് അതിവേഗം മുന്നോട്ട് വന്നു. ആ രൂപത്തിന് മുന്നിലേക്ക് വന്ന മാർക്ക് രണ്ട് കൈയും കൂട്ടി ആ രൂപത്തെ ഒന്ന് തൊഴുതു. അതിനുശേഷം തല കുനിച്ച് ആ രൂപത്തിന് മുന്നിൽ നിന്നു. മാർക്ക് ഫെല്ലർ ആ രൂപത്തിന് മുന്നിൽ അങ്ങനെ തല കുനിച്ച് നിൽക്കുമ്പോൾ ആ രൂപം അതിന്റെ കൈയൊന്ന് ഉയർത്തി. ആ രൂപത്തിന്റെ കൈ മാർക്കിന്റെ തലയ്ക്ക് നേരെ മുകളിൽ വന്നു. ഗ്ലാസ് ജാറിനകത്തുള്ള ആ കൈ ഇപ്പോ ജാറിന് പുറത്തേക്ക് വന്ന് മാർക്കിന്റെ തലയുടെ മുകളിലെത്തിയിരിക്കുകയാണ്. മാർക്കിനും ജാറിനുമിടയിൽ ഒരു ഗ്ലാസ് പ്ലേറ്റ് ഉണ്ട്. ആ പ്ലേറ്റിന് മുകളിലൂടെ തന്നെ ആ കൈ എത്തിയിരിക്കുകയാണ്. ആ കൈ ശരിക്കും നീണ്ടിരിക്കുകയാണ്. മാർക്കിന്റെ തലയ്ക്ക് മുകളിൽ വന്ന ആ കൈ മാർക്കിന്റെ ഉച്ചിയിലൊന്ന് തൊട്ടു. ആ നിമിഷത്തിൽ മാർക്കിന്റെ ബോഡിക്കുള്ളിലേക്ക് ശക്തമായ ഒരു ചൂട് അനുഭവപ്പെടുകയാണ്. ഒരു ഇലക്ട്രിക് കറണ്ട് നല്ല ചൂടോടുകൂടി തലയുടെ ഉച്ചിയിൽ നിന്ന് ദേഹം മുഴുവൻ കടന്നു പോകുന്ന ഒരു ഫീലാണ് മാർക്കിനുണ്ടായത്. മാർക്ക് അമ്പരപ്പോടെ ആ ജാറിലേക്ക് നോക്കുമ്പോൾ ആ ജാറിനകത്തുള്ള ആള് മാർക്കിനോട് പറഞ്ഞു, ഷൂ കുടുംബത്തെ കാക്കാൻ നീ ബാധ്യസ്ഥനാണ്. അത് പറഞ്ഞതും മാർക്ക് രണ്ട് കൈകൊണ്ടും ആ രൂപത്തെ തൊഴുതുകൊണ്ട് ആ രൂപത്തോട് പറഞ്ഞു, ഞാൻ വാക്ക് തരുന്നു. മാർക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞതും ആ രൂപത്തിന്റെ വിരലിലൂടെ മാർക്കിന്റെ ശരീരത്തിലേക്ക് പതുക്കെ ഊർജം ഇങ്ങനെ പ്രവഹിച്ചു തുടങ്ങി. ഇതുവരെ മാർക്ക് അനുഭവിച്ചിട്ടില്ലാത്ത അത്രയും ശക്തമായ അളവിൽ മാർക്കിന്റെ ബോഡിയിലൂടെ വൈദ്യുതി ഇങ്ങനെ പ്രവഹിക്കുകയാണ്. ശരിക്കും ഒരു ഇലക്ട്രിക് കറണ്ട് കടന്നു പോകുന്ന ഒരു ഫീലാണ് മാർക്കിന് അനുഭവപ്പെടുന്നത്. മാർക്കുസായ സമയത്ത് പോലും ഈ ശൈലിയിൽ ഒരു ഊർജം മാർക്കിന് അനുഭവപ്പെട്ടിട്ടില്ല. ആ ഐസ് ഹാർട്ട് കഷ്ണം കഴിക്കുമ്പോൾ ഇഷ്ടംപോലെ സ്പിരിച്വൽ എനർജി മാർക്കിന്റെ ബോഡിയിൽ ഉണ്ടാകും. അതൊന്നും ഇപ്പോൾ അനുഭവപ്പെടുന്ന ആ ഊർജവുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമേ അല്ല. മാർക്ക് അങ്ങനെ കണ്ണടച്ചു പിടിച്ച് കൈകൾ കൂപ്പിക്കൊണ്ട്
ആ രൂപത്തിന് തന്നെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ രൂപത്തിൽ നിന്ന് മാർക്കിന്റെ ബോഡിയിലേക്ക് ആ ഊർജ്ജം ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ഊർജ്ജ പ്രവാഹം അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നിടയിൽ മാർക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചു. പുഞ്ചിരിയോടുകൂടി തിളങ്ങി നിന്നിരുന്ന ആ രൂപം പതുക്കെ പതുക്കെ മങ്ങി തുടങ്ങുകയാണ്. ആ രൂപം മങ്ങുന്നത് മാർക്കിനെ കൃത്യമായും വിസിബിളാണ്. സമയം ഇങ്ങനെ അതിവേഗം മൂവ് ചെയ്യാണ്. ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ ഗ്ലാസ് ജാറിനകത്ത് മാർക്ക് കണ്ട രൂപത്തിന്റെ 1/3 ഇപ്പോ ആ ഗ്ലാസ് ജാറിനകത്ത് കാണാനുള്ളൂ. ശരിക്കൊരു മങ്ങൽ അതിനകത്തുണ്ട്. പക്ഷെ അപ്പോഴും മാർക്കിന്റെ ബോഡിയിലേക്ക് ഊർജ്ജം ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 3 മണിക്കൂറായപ്പോൾ ആ ഗ്ലാസ് ജാറിനകത്തുണ്ടായിരുന്ന ആ രൂപം ഏതാണ്ട് പൂർണ്ണമായും അപ്രത്യക്ഷമായി എന്ന് പറയാം. ആ രൂപത്തിന്റെ മുഴുവൻ ശക്തിയും മാർക്ക് ഫെല്ലറുടെ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. മാർക്ക് അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു ശക്തി സ്വയം അനുഭവിക്കുകയാണ്. ആ സമയത്ത് ഒരു ശബ്ദം മാർക്ക് കേട്ടു. ഷൂ കുടുംബത്തെ കാക്കണേ. ആ ശബ്ദം ഈ ഭൂമി വിട്ടുപോകുന്നതിന് മുമ്പ് അവസാനമായി മാർക്കിനോട് പറഞ്ഞ വാക്കുകളാണ് മാർക്ക് കേട്ടത്. മാർക്ക് ആ ജാറിലേക്ക് തന്നെ നോക്കി നിൽക്കുമ്പോൾ പുറകിൽ നിന്ന് യാസ്മിയുടെ സൗണ്ട് കേട്ടു. മാർക്ക് എന്തായി? ശബ്ദം കേട്ട് തിരിഞ്ഞ മാർക്ക് യാസ്മിയോട് പറഞ്ഞു, ആന്റി സക്സസ്. അത് കേട്ടതും യാസ്മിക്ക് ഭയങ്കര സന്തോഷം. മാർക്ക്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇത് സക്സസ് ആയിട്ട് ഈ ട്രാൻസ്ഫർ നടക്കുമെന്ന് ഞങ്ങൾ ആരും കരുതിയിരുന്നല്ല. ബാ. അങ്ങനെ വിളിച്ചുകൊണ്ട് യാസ്മി മാർക്കുമായി ആ നിലവറയിൽ നിന്ന് പുറത്തു കിടന്ന് നേരെ മുകളിലെത്തി ഓൾഡ് മാസ്റ്റർ ഷൂവിന്റെ അടുത്തെത്തി. ഓൾഡ് മാസ്റ്റർ ഷൂവും യൂജിനും മാത്രമല്ല, അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ആ സമയത്ത് അവിടെയുണ്ട്. എല്ലാ ആളുകളും മാർക്കിനെ കാത്തു നിൽക്കുകയാണ്. മാർക്കിനെ കണ്ടതും എല്ലാവർക്കും ഒരു വല്ലാത്ത അതിശയം. ശരിക്കും ഒരു മാർഷൽ സെയിന്റിന്റെ പവർ മാർക്കിന്റെ ബോഡിയിൽ ദൃശ്യമാണ്. ഒരു മാർഷൽ സെയിന്റിനെ അവരാരും കണ്ടിട്ടേയില്ല. മാർക്ക് നേരത്തെ പൗലി മാസ്റ്റർ പറഞ്ഞും ജിയാങ് ഹി പറഞ്ഞും അറിഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. ഒരു മാർഷൽ സെയിന്റ് അയാളുടെ ശക്തി ഒരു ആയുധത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ ആ ആയുധത്തിന് മാർഷൽ സെയിന്റിന്റെ പവർ ഉണ്ടാവും. ആ പവർ വേണമെങ്കിൽ ആ ആയുധത്തിൽ നിന്ന് ഒരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെ ചെയ്തതായിരിക്കും ബ്ലാക്കി കിട്ടിയ പവർ എന്നാണ് പൗലി മാസ്റ്ററും അതുപോലെ ജിയാങ് ഹിയും മാർക്കിനോട് പറഞ്ഞത്. പക്ഷെ മാർക്ക് ഇപ്പൊ കണ്ടത് അതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ മാർക്കിനൊരു കൺഫ്യൂഷൻ ഉണ്ട്. മാർക്ക് ഓൾഡ് മാസ്റ്റർ ഷൂവിനോട് ചോദിച്ചു, ഓൾഡ് മാസ്റ്റർ, എനിക്കൊരു സംശയം, ഞാൻ കണ്ടത് നിങ്ങളുടെ ആൻസസ്റ്റർ അല്ലേ? അതെ മാർക്ക്, ഷൂ കുടുംബത്തിന്റെ ആൻസസ്റ്ററിയാണ് മാർക്ക് കണ്ടത്. അല്ല ഓൾഡ് മാസ്റ്റർ, അദ്ദേഹം വളരെ ചെറുപ്പമല്ലേ? മാർക്ക്, ഈ മാർഷൽ സെയിന്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരുടെ ശക്തി പൂർണ്ണതയിൽ നിൽക്കുമ്പോഴാണ് അവരുടെ പവറിന്റെ ഒരു അംശം ഇതുപോലെ മാറ്റിവെക്കുന്നത്. ഞങ്ങളുടെ ആൻസിസ്റ്റർ മാർഷൽ സെയിന്റിന്റെ പീക്ക് സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് അവശേഷിപ്പിച്ച ആ പവറാണ് ഇപ്പൊ മാർക്കിന് കിട്ടിയത്. മാർഷൽ സെയിന്റ് ആകുന്ന ആളിന് എപ്പോൾ വേണമെങ്കിലും അവരുടെ പവർ ഇതുപോലെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പീക്ക് ലെവലിൽ ട്രാൻസ്ഫർ ചെയ്തതുകൊണ്ടാണ് മാർക്ക് ആ ആളുടെ രൂപം തന്നെ അവിടെ കണ്ടത്. മാർക്ക്, ഈ മാർഷൽ സെയിന്റിന്റെ പവർ എത്ര നാള് ഉണ്ടാകുമെന്ന് മാർക്കിന് അറിയാവൂ? ഇല്ല മാർക്ക്, ഇത് 1 മാസത്തേക്കേ ഉണ്ടാവും. 1 മാസം വരെ മാർക്കിന് മാർഷൽ സെയിന്റിന്റെ പവർ ഉണ്ടെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ആ പറഞ്ഞതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. 1 മാസം കഴിഞ്ഞാൽ വീണ്ടും മാർക്ക് പഴയ നിലയിലേക്ക് വരും. ആ കാര്യം ഓർമ്മയുള്ള യൂജിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് മാർഷൽ സെയിന്റ് ആയിരിക്കുന്ന സമയത്ത് ഇവിടെ വരുന്ന ആളുകളെ നേരിടാൻ മാർക്കിന് പറ്റും. പക്ഷേ മാർക്ക്, ആ 1 മാസം കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ആ ചോദ്യം യൂജിൻ ചോദിച്ചതും മാർക്ക് എല്ലാവരും നോക്കിയിട്ട് അവരോടായി പറഞ്ഞു, എൻ്റെ ഈ പവർ നിങ്ങളുടെ സംഭാവനയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നും പറ്റാതെ നോക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം ഞാൻ ശരിയായി നിറവേറ്റണമെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യേണ്ടി വരും. മാർക്ക് എന്താ ഉദ്ദേശിക്കുന്നത്? അത് വേറൊന്നുമല്ല, ഈ ഷെങ് കിങ്ഡത്തിലെ എല്ലാ ശക്തരെയും എനിക്ക് അടിയറവ് പറയിക്കേണ്ടി വരും. എല്ലാ ശക്തരും എനിക്ക് മുന്നിൽ കീഴടങ്ങിയാൽ പിന്നെ നിങ്ങളെ ആരും തൊടില്ല. മാർക്ക് ഫെല്ലർ പറഞ്ഞ വാചകം വളരെ വളരെ സിമ്പിൾ ആണെങ്കിലും ആ അർത്ഥവ്യാപ്തി സങ്കല്പിക്കാനാവുന്നതിന് അപ്പുറമാണ്. ഈ ഷെങ് കിങ്ഡത്തിൽ ഒരുപാട് പവർഫുൾ ടീമുകളുണ്ട്. അതിൽ ഒരു ടീം മാത്രമാണ് ഈ പർപ്പിൾ ഫ്ലെയിം സെക്ഷൻ എന്ന് പറയുന്നത്. അവരാണ് ഇപ്പോ ഷൂ കുടുംബത്തെ വെല്ലുവിളിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഷൂ കുടുംബത്തെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അവരെ പോലെ വേറെയും ശക്തരുണ്ട്. അവർ മുഴുവൻ മാർക്ക് ഫെല്ലർ ഒറ്റയ്ക്ക് നേരിടുമെന്നാണ് മാർക്ക് ഫെല്ലർ പറയുന്നതിൻ്റെ അർത്ഥം.
അത് കേട്ടതും ഓൾഡ് മാസ്റ്റർ ഷൂ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, അവിടെയൊക്കെ മാസ്റ്റർ സെയിന്റുകൾ ഉണ്ടെങ്കിലും ഓൾഡ് മാസ്റ്റർ അതൊന്നും ഒരു വിഷയമേ അല്ല. മാസ്റ്റർ സെയിന്റിനേക്കാൾ മുകളിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ തൽക്കാലം നമുക്ക് ഭയക്കേണ്ടതുള്ളൂ. സെയിം സ്റ്റേജിൽ എന്നെ ഒരാളും തോൽപ്പിക്കില്ല. മാർക്ക് ഫെല്ലറുടെ പ്രത്യേകതയും അതാണ്. മാർക്കിന്റെ അതേ സ്റ്റേജിൽ ഒരു കുഞ്ഞും മാർക്കിനെ തോൽപ്പിക്കില്ല. അതേ സ്റ്റേജിൽ നിന്നല്ല, 2 or 3 സ്റ്റേജിന് അപ്പുറത്തുള്ള ആളും മാർക്കിനെ തോൽപ്പിക്കില്ല. ആ ഒരു കോൺഫിഡൻസ് മാർക്കിനുണ്ട്. മാർക്കിന്റെ കോൺഫിഡൻസ് കണ്ടപ്പോൾ ആ കുടുംബത്തിൽ ശരിക്കും ഒരു ആശ്വാസം ഫീൽ ചെയ്യാൻ. പർപ്പിൾ ഫ്ലെയിം കാർ അവർക്ക് വല്ലാത്തൊരു ത്രെട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. 3 ദിവസം കഴിയുമ്പോൾ ആ പർപ്പിൾ ഫ്ലെയിം കാർ ആ വീട്ടിലേക്ക് വരും. ആ കാര്യം എല്ലാവർക്കും അറിയാം. മാർക്ക് ഫെല്ലർ അവരോട് യാത്ര പറഞ്ഞ് മീശയുടെ അടുത്തേക്ക് വന്നു. മീശ മാർക്കിനെ കണ്ടതും ഓടി മാർക്കിന് അടുത്തേക്ക് വരികയാണ്. മാർക്ക്, എന്തായി, ശരിയായോ? ഹേയ്, അതിന് ശരിയാകാതെ എങ്ങനെ? അങ്ങനെ മാർക്ക് പറഞ്ഞതും മീശ മാർക്കിനെ പുറത്തൊക്കെ തൊട്ടു നോക്കുകയാണ്. മാർക്ക്, ബോഡിയിൽ വല്ല മാറ്റമൊന്നുമില്ല, പഴയ പവറേ ഉള്ളൂ. മീശ, പക്ഷേ എനിക്ക് ഒരു വല്ലാത്ത ശക്തി ഫീൽ ചെയ്യുന്നുണ്ട്. ഇതുവരെ ഇത്രയും ശക്തി എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. മാർക്ക്, നീ ഇപ്പോൾ മാസ്റ്റർ സെയിന്റ് ആയി മാറിയോ? മീശ, ഞാൻ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല. ആക്ടിവേറ്റ് ചെയ്താൽ പിന്നെ 1 മാസത്തേക്ക് അത് നിലനിൽക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഇവിടെയുള്ള സാധാരണ ആളുകളെ നേരിടാൻ എനിക്കെന്തിനാ മാസ്റ്റർ സെയിന്റ് പവർ? മാർക്കിന്റെ ബോഡിയിൽ എന്തുകൊണ്ട് മാറ്റം തനിക്ക് അനുഭവപ്പെട്ടില്ല എന്നതിന്റെ യാഥാർത്ഥ്യം അപ്പോഴാണ് മീശയ്ക്ക് മനസ്സിലായത്. മാർക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ മാസ്റ്റർ സെയിന്റ് പവറിൽ നിന്ന് മാർക്കിന്റെ യഥാർത്ഥ ലൈറ്റ് ലെവൽ മാർക്കസിലേക്ക് മടങ്ങിയിരുന്നു. മാർക്ക് മാസ്റ്റർ സെയിന്റ് പവർ ആക്ടിവേറ്റ് ചെയ്താലേ മീശയ്ക്ക് മാർക്കിന്റെ വർദ്ധിച്ച പവർ ബോധ്യമാവത്തുള്ളൂ. മാർക്കും മീശയും കൂടി അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ യാസ്മി അങ്ങോട്ട് വന്നു. യാസ്മി കണ്ടതും മാർക്ക് ചോദിച്ചു, ആന്റി എന്തുകൊണ്ടാ എന്നെ വിശ്വസിച്ചത്? മാർക്ക്, ഞങ്ങള് ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിനിലെ പൗലി മാസ്റ്ററെ ഇടയ്ക്ക് വിളിച്ചിരുന്നു. മാർക്കിനെ കുറിച്ച് ഞങ്ങൾ അവരോട് സംസാരിച്ചു. മാർക്കിന് മാസ്റ്റർ സെയിന്റ് പവർ കൊടുത്താൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചപ്പോൾ പൗലി മാസ്റ്റർ എനിക്ക് ഒരു വാക്ക് നൽകി. മാർക്കിന് ധൈര്യമായി മാസ്റ്റർ സെയിന്റ് പവർ ഹാൻഡ് ഓവർ ചെയ്യാമെന്നാണ് പൗലി മാസ്റ്റർ എന്നോട് പറഞ്ഞത്. പൗലി മാസ്റ്റർക്ക് ഇതിനെ ഒരുപാട് വിശ്വാസമാണ്. എനിക്ക് പൗലി മാസ്റ്ററെ. അപ്പോൾ മാർക്കിന് കഥ വ്യക്തമായി. പൗലി മാസ്റ്റർ ഉറപ്പിലാണ് യാസ്മി ആ പവർ മാർക്കിന് ഹാൻഡ് ഓവർ ചെയ്തു. മാർക്ക് അറിയാതെ മനസ്സുകൊണ്ട് ആ നിമിഷത്തിലും പൗലി മാസ്റ്ററെ നമിച്ചു പോവുകയാണ്. യാസ്മി യാത്ര പറഞ്ഞ് ഇറങ്ങാൻ പോയതും മാർക്ക് യാസ്മിയോട് പറഞ്ഞു, ആ ഹോഷ്മിൻ ഇവിടെ ഇല്ലേ? അയാളെ എനിക്കൊന്ന് വേണമല്ലോ. ഏയ് മാർക്ക്, കൊല്ലാനുള്ള പരിപാടിയിലുണ്ടോ? അല്ല, എനിക്ക് അയാളെ കൊണ്ടൊരു കാര്യമുണ്ട്. അങ്ങനെ മാർക്ക് പറഞ്ഞതും ഏകദേശം ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പോയ യാസ്മി 2 ബോഡി ഗാർഡുകളെയും കൂട്ടി ഹോഷ്മിനെ മാർക്കിന്റെ വസതിയിലേക്ക് അയച്ചു. മാർക്കിന്റെ വസതിയിൽ ഹോഷ്മിൻ എത്തിയതും ബോഡി ഗാർഡുകളെ മാർക്ക് അങ്ങ് വിട്ടു. മാർക്കിനെ കണ്ടപ്പോൾ ഹോഷ്മിന് വല്ലാത്തൊരു ഞെട്ടലും അമ്പരപ്പൊക്കെ ഉണ്ട്. മാർക്ക്, എന്തിനാ എന്നെ പിടിച്ചേ? ഏയ്, നിന്റെ കയ്യിൽ ഒരു പർപ്പിൾ ഫ്ലെയിം ഉണ്ടല്ലേ? ആ, എന്റെ കയ്യിൽ പർപ്പിൾ ഫ്ലെയിം ഉണ്ട്. അത് കേട്ടപ്പോൾ മാർക്ക് ഒന്ന് ചിരിച്ചു. ശരിക്കും മാർക്കിന്റെ എല്ലാ പല്ലുകളും സുന്ദരമായി പുറത്തേക്ക് വരുന്ന അപൂർവ നിമിഷങ്ങൾ ഒന്നാണത്. പർപ്പിൾ ഫ്ലെയിം ഉണ്ടെന്ന് കേട്ടപ്പോൾ മാർക്ക് ശരിക്കും ഒരു വെളുത്ത ചിരി ചിരിച്ചത് എന്തിനാണെന്ന് ഹോച്ചിമിന് അങ്ങോട്ട് മനസ്സിലായില്ല. ഈ സംഭവം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞു. ഷൂ കുടുംബത്തിന്റെ ആ പൂമുഖത്ത് ഷൂ കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാവരും അങ്ങനെ നിരന്നു നിൽക്കുകയാണ്. ഓൾഡ് മാസ്റ്റർ ഷൂവും യൂജിനും യാസ്മിയും എന്ന് വേണ്ട മാസ്റ്റർ സാഹു ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. സകലരും അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ഗേറ്റിന്റെ ഭാഗത്ത് വാഹനങ്ങൾ വരുന്ന ശബ്ദം കേട്ടു. അനവധി വാഹനങ്ങളുടെ ഒരു നിര തന്നെ ആ ബിൽഡിങ്ങിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ശബ്ദമാണ് അവർ കേട്ടത്. അകത്തേക്ക് വന്ന വാഹനങ്ങൾ ഒന്നൊന്നായി നിന്നു. അതിൽ നിന്ന് പതുക്കെ ആളുകൾ പുറത്തിറങ്ങി. ഒരു വലിയ ടീമുണ്ട്. ആ ടീമിന്റെ ഏറ്റവും മുന്നിൽ നടക്കുന്നത് കറുത്ത വസ്ത്രധാരിയായ ഒരു മനുഷ്യനാണ്. അയാൾ മുന്നോട്ട് വന്ന് അവിടെ നിരന്നു നിൽക്കുന്ന ആളുകളെ ഒന്ന് നോക്കി. അതിനുശേഷം അവരോട് പറഞ്ഞു, അപ്പോ ഞങ്ങൾക്ക് കീഴടങ്ങാൻ നിങ്ങൾ റെഡിയാണല്ലേ? അത് കേട്ടതും യൂജിൻ ആ വന്ന ആളോട് പറഞ്ഞു, മിസ്റ്റർ ബായിഷ, അതിന് വെച്ച് വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്, ഞങ്ങൾക്ക് നിങ്ങൾ ഭയമില്ല. യൂജിൻ അത് പറഞ്ഞതും ബായിഷ എന്ന് വിളിക്കപ്പെട്ട ആ കറുത്ത വസ്ത്രധാരി ശരിക്കും അറിയാതെ ചിരിച്ചു പോവുകയാണ്. അയാളുടെ ചിരിക്ക് വല്ലാത്തൊരു ശേഷിയുണ്ട്. ആ ചിരി കേട്ടതും അയാളുടെ പുറകിലുണ്ടായിരുന്ന ബാക്കി ആളുകളും ചിരി തുടങ്ങി. വന്നിരിക്കുന്ന എല്ലാവരും ശക്തരായ മാർക്സിസ്റ്റുകളാണ്. ആ മാർക്സിസ്റ്റുകാർ എല്ലാവരും ഒന്നിച്ച് ചിരിക്കുമ്പോൾ മറുഭാഗത്ത് പൂർണ്ണ നിശബ്ദതയാണ്. ചിരിക്കുന്ന ആളുകളെ
ഏതാണ്ട് പൊട്ടന്മാരെ കാണും പോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള ആളുകൾ. ചിരി നിർത്തിയ ബായ് ഷാ യൂജിനോട് പറഞ്ഞു, മിസ്റ്റർ യൂജിൻ, നിനക്ക് ഒരു തല്ലിന്റെ ആവശ്യമുണ്ടെന്ന് നേരത്തെ തന്നെ എനിക്ക് തോന്നിയതാണ്. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ മുന്നോട്ട് നടക്കുകയാണ്. ശരിക്കും അയാൾ മുന്നോട്ട് നടക്കുമ്പോൾ അയാളുടെ നടത്തുന്ന വേഗതയും കൂടുകയാണ്. അതിവേഗം അയാൾ മുന്നോട്ട് പറഞ്ഞ കണ്ടതും യൂജിനും മുന്നോട്ടിറങ്ങി. യൂജിനും അയാളും മുഖാമുഖമാണ്. യൂജിന്റെ അടുത്തേക്ക് പാഞ്ഞു വന്ന ബായ്ഷ അതിശക്തമായ ഒരു ഒറ്റ പഞ്ച്. ആ പഞ്ച് യൂജിന്റെ ബോഡിയിൽ കൊള്ളുമെന്നായ നിമിഷത്തിൽ ബായ്ഷയുടെ കയ്യിൽ ഒരു കൈ കയറി പിടിച്ചു. തികച്ചും അമ്പരപ്പിക്കുന്ന വേഗത്തിലാണ് ആ കൈ ബായ്ഷയുടെ കൈ പിടിച്ചത്. പെട്ടെന്ന് ഒരു കൈ തന്റെ കൈ കയറി പിടിക്കുന്നുണ്ടതും ബായ്ഷ ഞെട്ടി നോക്കുമ്പോൾ യൂജിനെ പുറകിലോട്ട് മാറ്റി ഒരാൾ മുന്നോട്ട് കയറുന്നതാണ് അയാൾ കണ്ടത്. അയാളുടെ കൈക്കുള്ളിലാണ് ബായ്ഷയുടെ കൈ. ബായ്ഷ കൈ വലിക്കാൻ നോക്കിയപ്പോൾ പറ്റുന്നില്ല. ശരിക്കും ബലമായിട്ട് ആ കയ്യിൽ പിടിച്ചിരിക്കുകയാണ് മുന്നേ വന്ന ആള്. മാർക്ക് ഫെല്ലറുടെ കയ്യിൽ നിന്ന് കൈ വലിക്കാൻ ശ്രമിച്ച ബായ്ഷ മാർക്ക് ഫെല്ലറോട് ചോദിച്ചു, ഏയ് ആരാ നീ? നിന്റെ അച്ഛൻ. ഈ കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.